വൈറ്റ് ഷോൾ പരിശുദ്ധാത്മ വ്യക്തമായി ആ സഹോദരനോട് ദൂതമായി മാറും. ആ കണ്ണാടി വെച്ചിരിക്കുന്ന സിസ്റ്ററിന്റെ അടുത്തിരിക്കുന്ന നിന്റെ സന്തോഷമുള്ളവർ ആ നല്ല കർത്താവിനെ കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ ശബ്ദം ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കാണുന്നത് ഒരുമിച്ച് ആദ്യമായിട്ടായിരിക്കും. എന്നെ അറിയാവുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? എന്നെ വീഡിയോയിൽ കാണുകയോ അതോ ഡയറക്റ്റ് എന്നെ പരിചയമുള്ള ആരെങ്കിലും ഈ ഹാളിനകത്തുണ്ടോ? ഓക്കെ, നല്ല കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. കഴിഞ്ഞ 7-8 വർഷമായി കർത്താവിന്റെ വേലയിൽ കാക്കാമൂല പ്രേഷ്യസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രീസ് എന്ന ശുശ്രൂഷയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ ഭാര്യയായി കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ രണ്ടുപേരെയും കർത്താവ് ശക്തമായി കർത്താവ് അയക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും അധികാരത്തോടെ അഭിഷേകത്തോടെ ദൈവവചനം ശുശ്രൂഷിപ്പാനും കർത്താവിനെ പാടി സ്തുതിക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകുന്നുണ്ട്. എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ യോഗ്യതകളോ ഒന്നുമല്ല. കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട്, എന്നോട് മഹാകരുണ കാണിച്ചത് കൊണ്ട് ഇന്ന് പകലും നിങ്ങളോടൊപ്പം ഒരുമിച്ച് അതിയായ സന്തോഷത്തോടുകൂടെ നമ്മൾ ചുരുക്കമായിട്ടാണ് ഇതിനകത്തുള്ളതെങ്കിലും ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കത്തെ കാണുന്ന ദൈവം ആമേൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു പ്രിയ സിസ്റ്റർ എന്നെ കോൾ ചെയ്യുകയും ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 ആണ് ഓൾറെഡി നേരത്തെ നമ്മൾ മീറ്റിങ്ങിനായിട്ട് ക്രമീകരിച്ചിരുന്നത്. ഞാൻ അതുകൊണ്ട് ബാക്കി വന്ന മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഓഗസ്റ്റ് 15 ഡേറ്റ് ബുക്ക് ചെയ്തായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ആന്റി വീണ്ടും എന്നെ വിളിക്കുവാനിടയായി. ആ ഡേറ്റിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഞാൻ വളരെ കൺഫ്യൂഷൻ ആയിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്ന മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തു. ഞാൻ ഈ സമയവും മധ്യപ്രദേശിൽ നിൽക്കാനുള്ളതായിരുന്നു. അതിൻ്റെതൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്ത് വരേണ്ടി വരുമോ, അങ്ങനെ ഒത്തിരി സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞാൽ എനിക്കതിൽ എക്സ്ക്യൂസ് പറയുന്നത് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൃത്യനിഷ്ഠ പാലിക്കണം എന്നുള്ളത് എന്റെ ഒരു നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി, എങ്ങനെ നോ പറയും. അങ്ങനെ എന്തായാലും ഞാൻ വിശ്വാസത്തോടെ വീണ്ടും 10-ാം തീയതിക്ക് തന്നെ ഞാൻ ഡേറ്റ് വീണ്ടും കൺഫേം ചെയ്തു. എന്റെ ടിക്കറ്റ് ഞാൻ വീണ്ടും ചേഞ്ച് ചെയ്തു. മധ്യപ്രദേശിലേക്ക് ഞാൻ 6-ാം തീയതി 5-ാം തീയതി പോകാനുള്ള ടിക്കറ്റിൽ എനിക്ക് ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഡിലേ വന്നത് കാരണം വീണ്ടും അത് 6-ാം തീയതിക്ക് ഷിഫ്റ്റ് ആയി. 11-ാം തീയതി റിട്ടേൺ കിടന്ന ടിക്കറ്റിനെ ഞാൻ വീണ്ടും അത് 9-ാം തീയതി വെളുപ്പിനുള്ള ഫ്ലൈറ്റ് ആക്കി മാറ്റി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ദൈവകൃപയാൽ ഇന്ന് പകലിൽ ഇതിനകത്ത് കടന്നു വരുവാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വരെയും കാലാവസ്ഥ വ്യതിയാനം കാരണം ഇന്ത്യയുടെ മിക്ക ഫ്ലൈറ്റുകളും അവിടെ നിന്ന് വരുന്നതെല്ലാം ക്യാൻസൽഡ് ആണ് കാണിച്ചത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാനൊരു വാക്ക് കെടുത്തുപോയി. അമ്മേൻ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം തന്ന ആലോചന ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. പ്രിയ ദാസിയോട് പറഞ്ഞു, വാക്കിനൊരു മാറ്റം വരുവാൻ അനുവദിക്കരുത്. പ്രാർത്ഥിക്കുവാൻ ഇടയായി. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. ഈ നിമിഷവും ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുമ്പോഴും രാവിലെ ഞാൻ യാത്ര ചെയ്യുന്ന സമയം മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആമേൻ കാക്കാമൂലയിൽ ആ ദേശത്തോട് സഭയ്ക്കകത്ത് ഇപ്പോഴും ശക്തമായ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ ഇവിടെ വന്നത് എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ മെസ്സേജസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒരുപോലെ പറയുന്ന ഒരു വാക്കാണ് ആമേൻ. കർത്താവ് എല്ലാ യോഗ്യതകളും തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ആമേൻ തെറ്റില്ലാതെ കാണുവാനുള്ള ഭംഗിയെ കർത്താവ് നൽകിയിട്ടുണ്ട്. ആരോഗ്യത്തെ നൽകിയിട്ടുണ്ട്. സകല നന്മകളും കർത്താവിനെ അറിഞ്ഞത് മുതൽ ദൈവത്തെ സേവിച്ച് തുടങ്ങിയ അന്ന് മുതൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി സ്വർഗത്തിലെ അപ്പൻ നടത്തുന്നുണ്ട്. അത് ഞാൻ പൂർണ്ണമായും എന്റെ ജീവിതത്തിലെ ഓരോ കാഴ്ചപ്പാടുകളിലും എന്റെ ജീവിതത്തിന്റെ ഓരോ പടവുകളിലും ഞാൻ ദൈവത്തിനൊരു 100 നന്ദി കൊടുക്കാറുണ്ട്. ഈ പകലിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുമ്പോഴും ഞാൻ ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും എനിക്ക് ദൈവസ്ഥലത്തിൽ പറയുവാനുള്ളത് എന്റെ കഴിവല്ല, എന്റെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. എന്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും സംസാരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ തന്നൊരു അഭിഷേകമുണ്ട്. അപ്പൻ ആമേൻ അധികാരമുള്ള ഒത്തിരി ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒത്തിരി ആമേൻ. എനിക്ക് ഇപ്പോൾ 34 ഏജ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. ദൈവം നല്ല വിദ്യാഭ്യാസത്തെ തന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റായി ആമേൻ വിദ്യാഭ്യാസം ഇന്റർ വരെ പാസ്സാകുവാനിടയായി. പക്ഷേ ആമേൻ ഒരു സമയം ഞാൻ അത് ആമേൻ എല്ലാം വലിച്ചെറിഞ്ഞു. വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ലോകം തരുന്ന സമാധാനത്തെക്കാൾ ഉപരി അപ്പന്റെ വേല ചെയ്യുന്നതാണ് എന്റെ ജീവിതത്തിൽ എല്ലാം എന്ന് ചിന്തിച്ച് ആമേൻ
അതുകൊണ്ട് എന്റെ മുമ്പിൽ ഞാൻ പറയട്ടെ, അവൻ എന്റെ ജീവിതത്തിനകത്ത് എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എത്ര നിന്ന വന്നാലും, എത്ര നിരാശ വന്നാലും, ഒന്നിനു വേണ്ടിയും എനിക്ക് ജീവൻ തന്ന എന്റെ കർത്താവിനെ ഞാൻ മാറ്റി നിർത്തത്തില്ല. അത് എത്ര യൗവനക്കാരാകട്ടെ, എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള വ്യക്തികളാകട്ടെ, ഏത് സമൂഹമാകട്ടെ, ഈ കർത്താവിന്റെ നാമം ഉയർത്തുന്നതിൽ എനിക്ക് യാതൊരുവിധ ലക്ഷ്യമില്ല. കാരണം ഇന്ന് അവൻ പോസ്റ്ററുകളിൽ അവൻ ഇത്ര വർഷം തികഞ്ഞു എന്നൊരു ഫിലിം വരാതെ വേണം എന്നെ നിർത്തിയത് സ്വർഗത്തിലെ അപ്പന. ആ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു പാട്ടിന്റെ ചില ഈരടികൾ പാടി നമുക്ക് ആ നല്ല കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കരുതും നന്ദിയാളുള്ളം നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴി ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ, എന്നെ നടത്തുന്ന നന്ദിയാളുള്ള നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സേ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സേ നാളെല്ലാം നന്ദിയാ പാടിടും. പാപക്കുഴിയിൽ ഞാൻ കാണിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്, ഉള്ളം കലങ്ങിടും വേളയില് ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. തെല്ലും ഭയം വേണ്ട എൻ മകനേ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തരായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സേ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, അങ്ങേ ഞാൻ സ്നേഹിക്കും. ആയുസ്സേ നാളെല്ലാം നന്ദിയാ പാടിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി എന്നല്ല കർത്താവിനെ സ്തുതിച്ച് അല്പസമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു,
കഴിഞ്ഞ 3-4 ദിവസമായി യാത്രയും കാര്യങ്ങളും ശുശ്രൂഷയും ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഒരു മീറ്റിംഗോ 2 മീറ്റിംഗോ കൊണ്ട് അവസാനിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ മാത്രം അറിയാം, അവിടെ പൊക്കഴിഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചാലും എത്ര വചനം പറഞ്ഞാലും എത്ര ദൈവാലോചന കേട്ടാലും തൃപ്തി വരാത്ത ഒരു കൂട്ടമാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ. ഭാഷയുടെ പ്രശ്നമുണ്ട്, എനിക്ക് ഹിന്ദി വലിയ വശമില്ല, ഇംഗ്ലീഷ് അറിയാം, അങ്ങനെ മിക്സിംഗ് കലർത്തിയൊക്കെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലുണ്ട്. പക്ഷെ എങ്കിലും ഹല്ലേലൂയ കണ്ടിന്യൂസ് ചെന്നിറങ്ങിയ അന്ന് മുതൽ വരുന്ന ആ സമയം വരെ എയർപോർട്ടിൽ എത്തുന്നത് വരെ പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിപ്പാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള ഭാഗ്യം കർത്താവ് നൽകി. എന്റെ ഒറിജിനൽ ശബ്ദം ഇതൊന്നും അല്ല, വീഡിയോ കേൾക്കുന്ന ആന്റിക്കറിയാം. കണ്ടിന്യൂസ് മീറ്റിംഗ് ആയതിന്റെ കാരണമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്പർ 1 ഉറക്കമില്ലായ്മയുണ്ട്. അതുകൊണ്ട് എന്റെ ശാരീരികമായി ഞാൻ ബിൽഡപ്പ് ചെയ്യാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ എന്നെ എന്തോ ഒരു വലിയ സംഭവമായി കാണുവാൻ ഞാൻ പറഞ്ഞതല്ല. സത്യം പറഞ്ഞാൽ ഉറക്കമില്ല, ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം മുടങ്ങിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രാർത്ഥനയുടെ വിജയമാണ് ഇന്ന് പകലിൽ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കർത്താവ് അധികാരത്തോടെ നിർത്തുന്നത്. ഞാൻ പോകുന്ന എല്ലാ ശുശ്രൂഷാ സ്ഥലങ്ങളിലൊക്കെയും എന്റെ മുമ്പിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അവരുടെ നാവിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രവുമാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസനായാലും ശരി ദൈവദാസിയായാലും ശരി ഹല്ലേലൂയ കർത്താവ് ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ശക്തമായി ഇന്ന് പകലിലും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന ടൈം, മീറ്റിംഗ് എൻഡിങ് ആവുന്നതിന്റെ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് കർത്താവ് നടത്തുന്നതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കുവാൻ എല്ലാവരും തയ്യാറാണോ? കാരണം പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിച്ചു. പക്ഷെ എനിക്ക് സമയമില്ല, ചുരുങ്ങിയ ചില പരിമിതികൾക്കുള്ളിൽ മീറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വൈകുന്നേരം എനിക്ക് മീറ്റിംഗ് ഉണ്ട്, തിരിച്ച് ഞാൻ രാത്രി വീട്ടിലെത്താനായിട്ട് 1 മണി 1:30 മണിയാവും. പിന്നെ വീണ്ടും മോർണിംഗ് എനിക്ക് യാത്ര ചെയ്ത് വീണ്ടും ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിന്റെ 2 സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് എത്തേതുകൊണ്ട് വർഷിപ്പിനും മെസ്സേജിനും ഒക്കെ ലീഡ് ചെയ്യുന്നത് കാരണം ദൈവം അനുവദിച്ചാൽ നാളെയും ചർച്ചിലെ മെസ്സേജ് എനിക്കായിരിക്കും. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ്, അതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെ മുഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അനുഭവത്തിലൂടെയും ദൈവവചനത്തിലൂടെയും ഇന്ന് പകലിൽ നിങ്ങളോട് ഞാൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടോ? എന്റെ അനുഭവത്തിലൂടെയും വചന ശുശ്രൂഷയിലൂടെയൊക്കെ സഞ്ചരിപ്പാൻ, അത് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരിക്കൽ കൂടി അങ്ങനെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിൽ ആരൊക്കെ നിരാശരായി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്, ആരൊക്കെ ഉറപ്പും ധൈര്യവും ഇല്ലാത്തവരായി ഇതിനകത്തായിരിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാക്കളുടെ ദൂത് വിളിച്ചു പറയട്ടെ. ഇന്ന് പകലിലെ ഈ സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം സംഭവിക്കും. പ്രത്യാശയില്ലാതിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു, എവിടെ ഞാൻ ചവിട്ടിയിട്ടുണ്ടോ, എവിടെയൊക്കെ കടന്നുപോയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകരം ചിലത് ചെയ്യും. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ്. അവന്റെ ശക്തിക്ക് ഇന്നും കുറവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകരം അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എല്ലാവരും കേട്ട് സുപരിചിതമായും കേട്ട് തഴപ്പിച്ച് ഹല്ലേലൂയ ആയിട്ടുള്ള വേദഭാഗമാണ് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. എല്ലാവരും കേട്ടുവല്ലോ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആരെങ്കിലും ഒഴിഞ്ഞിതിനകത്തായിരിക്കുന്നുവെങ്കിൽ ഒഴിഞ്ഞവരെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന യോഗ്യതയുണ്ട്, എന്റെ പാരമ്പര്യം ഇതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇത്ര സാമ്പത്തിക ലെവലിൽ ഞാൻ ഇന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്നു, വിദ്യാഭ്യാസത്തിൽ ഞാൻ എന്റെ സ്റ്റാറ്റസിൽ നിൽക്കുന്നു എന്ന് ആരെങ്കിലും ക്രെഡിറ്റ് പറയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, 100% ഞാൻ അടിവരയിട്ട് പറയാം, അങ്ങനെയുള്ള ലൈഫിനകത്ത് ഒരു ചേഞ്ച് ഇന്ന് പകലിൽ നടക്കത്തില്ല. ആമേൻ. എന്റെ ജീവിതത്തിനകത്തുള്ള എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ കുറവുള്ളവനാണ്, ഞാൻ ദൈവസന്നിധിയിൽ കുറവുള്ളവനാണ്. എനിക്ക് പറയുവാൻ ഒരു യോഗ്യതയുമില്ല, എനിക്ക് പറയുവാൻ യാതൊരുവിധ ക്രെഡിറ്റ് ഇല്ല, എനിക്ക് പറയുവാൻ യാതൊരുവിധ യോഗ്യതകളുമില്ല എന്ന് ഇന്ന് പകൽ ആരിതിനകത്ത് വാഴുന്നു സ്വർഗം അവരെ മാനിക്കും. പണത്തിന്റെ ക്രെഡിറ്റ് പറയുവാൻ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അങ്ങനെ പറയുവാനുള്ള യോഗ്യതകളൊന്നും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. കാരണം ഒരു പല്ലുവേദന മതി, ഒരു നാവിലെ ഒരു ചെറിയൊരു പെയിൻ മതി, അത് ക്യാൻസറായി മാറുവാൻ. ട്രീറ്റ്മെന്റ് ചെയ്താൽ
പരിഹരിക്കാൻ പറ്റാത്ത. കഴിഞ്ഞ ദിവസം ഞാൻ മധ്യപ്രദേശിൽ പോയപ്പോൾ ഒരു അങ്കിളിനെ ഞാൻ കണ്ടു. അവിടുത്തെ വലിയൊരു ബിസിനസ്മാനാണ്. കോടികളുടെ 2.5 കോടി രൂപയുടെ വീട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിഷ്ഠിച്ചേക്കാ വന്നേ. ആ വീട്ടിൽ ചവിട്ടുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. ഹല്ലേലൂയ. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ പിതാവ് വളരെ ദുഃഖത്തോടെ എന്റെ മുൻപിൽ മുട്ടുമടക്കി. ഞാൻ ഓർത്തു 2.5 കോടി രൂപയുടെ വീട് വെച്ചൊരു മനുഷ്യൻ, ഹല്ലേലൂയ, അത്രയും വലിയൊരു ബിസിനസ്മാൻ, ആ മനുഷ്യൻ എന്റെ മുൻപിൽ മുട്ടുകുത്തണമെങ്കിൽ എന്താ കർത്താവ് എനിക്ക് യോഗ്യത ഇരിക്കുന്നു? ദൈവം തന്ന അഭിഷേകം. ഹല്ലേലൂയ. എല്ലാം നാവും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. സ്തുതിക്ക് യോഗ്യനായ കർത്താവിന്റെ മുമ്പിൽ മടങ്ങാത്തത് യാതൊന്നുമില്ല. ഹല്ലേലൂയ. ഞാനപ്പോൾ എന്ത് പറ്റി എന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ കാരണമെന്ന് അടുത്ത് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവദാസൻ പറഞ്ഞു, പ്രിയ സഹോദരി, ഹല്ലേലൂയ, പ്രിയ സിസ്റ്ററെ, കോടികളുടെ ആസ്തിഹ എല്ലാം നന്മയുമുണ്ട്. ഈ വീട് ഇത്ര കോടി രൂപയ്ക്ക് അവർ വെച്ചത് മരിക്കുന്നതിന് മുമ്പ് ഈ വീടിൽ കിടന്ന് ഒരു രാത്രിയെങ്കിലും ഉറങ്ങണം. അപ്പൊ ഞാൻ ചോദിച്ചു, അത്രയ്ക്ക് പ്രശ്നം വരുവാൻ എന്താ കാരണം? ആ നാവ് ഒന്ന് പുറത്തോട്ടിട്ട് കാണിച്ചു. ചെറിയൊരു മുറിവ്. ഞാൻ ചോദിച്ചു, അതിനെന്താ ഇത്ര കുഴപ്പം? വായ്പുണ്ട് എല്ലാവർക്കും വരുന്നതല്ലേ? അപ്പോഴാ പറയുന്നേ, ക്യാൻസർ 4th സ്റ്റേജ് ആയി പോയി. ഫൈനൽ സ്റ്റേജിൽ അറിഞ്ഞത് വൈദ്യശാസ്ത്രം എല്ലാം കൈവിട്ടു. എന്തുകൊണ്ട്? കോടികളുടെ ആസ്തിയില് 2.5 കോടി രൂപയുള്ള മനുഷ്യന് എന്താ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ലേ? കീമോ എടുക്കാൻ പറ്റത്തില്ലേ? റേഡിയേഷൻ എടുക്കാൻ പറ്റത്തില്ലേ? ജീവൻ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. വെന്റിലേറ്ററിൽ ജീവൻ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, പണത്തിനൊന്നും നിത്യതയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പണത്തിന് കഴിയാത്തത്, പണത്തിന് കയറാൻ കഴിയാത്തത് സൗന്ദര്യം പാലടിയാകുവാൻ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതകളൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞ് ഭയങ്കര പവർഫുൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസം ചെയ്തവരല്ല, വിദേശത്ത് നാട്ടിലും ചെയ്യുന്ന ജോലികൾ കണ്ടാൽ ഹല്ലേലൂയ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന്റെ കടിച്ചുകൊണ്ട് യാതൊന്നും നേടുവാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, താൽക്കാലികമാണ്. നേടിയെടുക്കുന്നതൊക്കെയും താൽക്കാലികമാണ്. പക്ഷേ പ്രാർത്ഥന മുറിക്കുള്ളിൽ കിടന്ന് നീ കരയുമെങ്കിൽ, പ്രാർത്ഥന മുറിക്കുള്ളിൽ നിന്റെ ജീവിതം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റുമെങ്കിൽ, നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ മകൻ ഈ ഹാളിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി വിരൽ ചൂണ്ടി പറയട്ടെ, നിന്റെ ലെവൽ മാറും, നിന്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറും, നിന്റെ അന്തരീക്ഷം മാറും, നിന്റെ ശുശ്രൂഷ മാറും. മിനിസ്ട്രിയിലെ അടുത്തൊരു കാൽവെട്ടിലേക്ക് പരിശുദ്ധാത്മാവോട് വ്യക്തമായി പറഞ്ഞില്ല, നിന്റെ മിനിസ്ട്രിയുടെ ലെവലിനകത്ത് പരിശുദ്ധാത്മ ഒരു വലിയ ചേഞ്ചിങ് വരുത്തുവാൻ പോവുകയാണ്. ഏതൊക്കെ മേഖലകളിൽ ഇറങ്ങിപ്പോയ ചിലതുണ്ട്, ഭിന്നതകളിട്ട് ഇറങ്ങിപ്പോയ ചിലതുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ചിലതിനെയൊക്കെ മടക്കി വരുത്തുവാൻ കർത്താവിന് കഴിയും. ചിലതൊക്കെ മടങ്ങി വരുവാൻ പോവുക, ചിലതൊക്കെ മടങ്ങി വരുവാൻ പോവുക. ദൈവം അനുവദിച്ചാൽ ഇനി ഞാൻ കേൾക്കുമ്പോൾ ഈ പ്രവചന ദൂത് ഇതിനകത്ത് സാക്ഷാത്കാര്യമായെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവിന്റെ ദാസിയിലൂടെ കേൾക്കുവാൻ കർത്താവിനെ സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിച്ചിട്ടുണ്ടോ, അത് വള്ളിയോ പുള്ളിയോ തെറ്റത്തില്ല. പലപ്പോഴും ഒത്തിരി പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾ നിൽക്കുന്നതാണ്, ഒരുപാട് പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം കേരളം വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രവചനം കേൾക്കാനാണ്. കാരണം ഇതുപോലുള്ള മീറ്റിംഗ് ഇങ്ങനെയൊന്നും അല്ല, വലിയ മീറ്റിംഗ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒത്തിരി പേർ വന്നിരുന്ന് വന്ന് ഞങ്ങളുടെ ചുറ്റിലും ഇരുന്ന് ദൈവത്തിന്റെ ആലോചന കേൾക്കും. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ അന്നും 10 പേർക്ക് പ്രാർത്ഥിച്ച് ദൈവാലോചന പറഞ്ഞു. പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന, പലപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കിതാണ്, കർത്താവേ, എന്റെ മാനുഷികമായ ശബ്ദത്തിൽ നിന്ന്, മാനുഷികമായ ഇടപെടലിൽ നിന്ന് ഒരു വാക്കുപോലും ചലിക്കരുത്. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിച്ചിട്ട് ആ നന്മകളൊക്കെ അനുഭവിച്ചിട്ട് കഴിഞ്ഞ യാത്ര ഞാൻ മടങ്ങി വന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതിനകത്തും വള്ളിയോ പുള്ളിയോ തെറ്റാതെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് വ്യക്തമായി പറയുന്നുണ്ടോ അത് ഇതിനകത്ത് നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളിവിടെ വായിച്ചു കേട്ട യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, നിറഞ്ഞവളായി ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ പോയി ഒഴിഞ്ഞവളായി യഹോവയെ മടക്കി വരുത്തി. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. ഞാൻ ഇന്ന് പകരം ഞാൻ ചിന്തിച്ചു, കഴിഞ്ഞ ദിവസമാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മീറ്റിംഗിന് വേണ്ടി എന്താണ് ഞാൻ ശുശ്രൂഷിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ യാത്രയുടെ
തിരക്കും ആമേൻ ഹല്ലേലൂയ ഒക്കെ കാരണം ആമേൻ എനിക്ക് ആമേൻ ഒരു ക്രമീകരണം എനിക്ക് ലഭിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അവിടെ കടന്നു വരുന്നതൊക്കെ സഹോദരിമാരാണല്ലോ, പക്ഷേ ഇന്ന് പകലിൽ സഹോദരന്മാരെയും ഇതിനകത്ത് ആമേൻ കൊണ്ടുവന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർത്ത സഹോദരിമാരായിരിക്കും. പാസ്റ്റർ കൊണ്ട് എന്നോട് പറഞ്ഞു, ആമേൻ സഹോദരിമാരുടെ മീറ്റിംഗിലേക്ക് ഞാൻ എങ്ങനെ വരും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആമേൻ ആരെങ്കിലും ഒരാളെങ്കിലും കർത്താവ് അതിനകത്ത് ആമേൻ കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ എന്ന് പറയുവാനിടയായി ആമേൻ നിങ്ങളെയും കണ്ടതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന ഭാഗ്യം കർത്താവ് എനിക്ക് ഒരുക്കിയല്ലോ. ഇന്ന് പകലിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഇന്നത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആമേൻ നവോമിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ആമേൻ ആമേൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്ന സംഭവം എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആരെങ്കിലും നിറഞ്ഞായിരിക്കുന്നുവെങ്കിൽ ആമേൻ നിറയ്ക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിവിധ ചിന്തകളായിരിക്കാം. ഭർത്താവിനെ കുറിച്ചായിരിക്കാം, വിദ്യാഭ്യാസത്തെ കുറിച്ചായിരിക്കാം, കടമായിരിക്കാം. വീട്ടിൽ പോയാൽ ഭർത്താവ് എങ്ങനെ കടന്നു വരും, എങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ഫേസ് ചെയ്യും, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, ഈ വിഷയങ്ങളുടെ മധ്യമൊക്കെ ആയിരിക്കാം ആമേൻ നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷേ ആമേൻ ആ ചിന്തകളെയൊക്കെ ഇന്ന് പകലിൽ അല്പനിമിഷം നിങ്ങളൊന്ന് മാറ്റിവെക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരയുവാൻ കഴിയുന്നവർ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിങ്ങൾ കരയണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആമേൻ ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്നാണ് നമ്മുടെ സഹായം വരുന്നത്? ആകാശത്തെയും ഭൂമിയെയും സകലതിനെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് ഒരു വാക്കുകൊണ്ട് ഈ അഖിലാണ്ടത്തെ മുഴുവനെ സൃഷ്ടിച്ച ദൈവം ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ മുഴുവാകുന്നതിന് മുമ്പേ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട കർത്താവ് ആമേൻ ആ ദൈവം ഹല്ലേലൂയ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപോയ സകല കുറവുകളെയും നമ്മുടെ ചിന്തകളെയും ഇന്ന് പകലിൽ എറിഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിലെ അപ്പന്റെ മുഖത്ത് നോക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് വിടുതൽ പ്രാപിച്ച് തന്നെ മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇതാ ബെത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിനകത്ത് നിന്ന് നവോമീത ആമേൻ തന്റെ കുടുംബവുമായി എങ്ങോട്ട് പോകുന്നു? മോവാബ് ദേശത്തേക്ക്. നവോമിയുടെ അർത്ഥം എന്താ? സന്തോഷം. ആമേൻ സന്തോഷമുള്ളവർ. ആമേൻ സന്തോഷമുള്ളവർ. ഇതാ ആമേൻ അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന്. ബെത്ലഹേമിന്റെ അർത്ഥം എന്താ? അപ്പത്തിന്റെ ഭവനമാ, സമൃദ്ധിയുടെ ഭവനമാ, ആമേൻ ഉയർച്ചയുടെ ഭവനമാ, സ്നേഹത്തിന്റെ ഭവനമാ, ആമേൻ സമാധാനത്തിന്റെ ഭവനമാ. സമാധാനത്തിന്റെ അന്തരീക്ഷം വിട്ട് ചെറിയൊരു ക്ഷാമം വന്നപ്പോൾ, ആമേൻ ചെറിയൊരു ആവശ്യം വന്നപ്പോൾ ഇതാ ആമേൻ ഹല്ലേലൂയ ശൂന്യതയെ കണ്ട് ഭയപ്പെട്ടിതാ ആമേൻ ഹല്ലേലൂയ നവോമിയും തന്റെ ഭർത്താവും രണ്ട് മക്കളുമായി എങ്ങോട്ട് പോകുന്നു? മോവാബിലേക്ക് പോകുന്നു. മോവാബിന്റെ പ്രത്യേകത എന്താ? ആമേൻ മ്ലേച്ഛത നിറഞ്ഞതും ജാതികളുടെ ഭവനം, ആമേൻ ജാതികളുടെ ദേശം. ആമേൻ ഹല്ലേലൂയ. ആമേൻ നവോമിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, മക്കളുടെ ഭാവിയൊക്കെ ബെത്ലഹേമിൽ കണ്ടതിന് ശേഷം പതിയെ ആമേൻ എനിക്ക് മോവാബിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മതി എന്ന്. പക്ഷേ അവിടെ തെറ്റി. ആമേൻ ഹല്ലേലൂയ. ആമേൻ നവോമിയോട് ആമേൻ ഹല്ലേലൂയ തന്റെ ഹൃദയത്തിനകത്ത് മന്ത്രിക്ക് വനിടയായി, നീ ഇവിടെ നിന്നത് മതി. ആമേൻ ഹല്ലേലൂയ നേരെ മോവാബിലേക്ക് പോകാം. ആമേൻ ആമേൻ. എന്തായാലും ഭാര്യയുടെ വാക്ക് കേട്ട് ഭർത്താവും രണ്ട് മക്കളുമായി ഇതാ മോവാബിലേക്ക് യാത്ര ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചൊരു കുടുംബം, വളരെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയോടുകൂടെ പോയ കുടുംബം. പക്ഷേ എന്ത് സംഭവിച്ചു? ആമേൻ ഹല്ലേലൂയ ഇതാ ആമേൻ മോവാബിലേക്ക് യാത്ര ചെയ്തു. ഇന്ന് പകലിലും ആമേൻ എനിക്ക് ആരോടൊക്കെ ആമേൻ പറയുവാനൊരു ദൂത നിന്നോട് കർത്താവും പറയുന്നതല്ലാതെ ചില സ്ഥാനങ്ങളിൽ നീ ചലിക്കരുത്. എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. നിന്നോട് കർത്താവ് പറയാതെ നീ ഒരു സ്ഥാനത്തേക്കും ചലിക്കരുത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടോ, നിനക്ക് ഏത് യാത്രയുണ്ടോ, നിന്റെ ജീവിതത്തിൽ എന്ത് ക്രമീകരണം നിനക്ക് വരണമോ ആമൻ ആദ്യം നീ മുഴങ്ങാൻ മടക്കേണ്ടത് സ്വർഗത്തിലെ അപ്പനോട്. ആമൻ ഇന്ന് പകരം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇതിനകത്ത്, ചില സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഒത്തിരി ടൈമായി സാക്ഷ്യങ്ങൾ തുടങ്ങിയിട്ട്, പക്ഷെ ഒന്ന് രണ്ട് സാക്ഷ്യം ഞങ്ങൾ കേട്ടു. ആമേൻ അത് കേട്ടതിൽ മുഴുവനും ആമൻ പ്രിയ ആന്റിയോട് വിളിച്ച് ആന്റിയോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ ആന്റി പറയുന്ന ദൈവാലോചനയുടെ ഗൈഡൻസിനനുസരിച്ച് മുൻപോട്ട് പോയ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു. എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആമേൻ നമ്മളെ നടത്തുന്നവരെ നമ്മൾ അനുസരിക്കണം. ആമേൻ അവരുടെ ആലോചനകൾ നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് തലയ്ക്കെണ്ണയാകട്ടെ. ആമേൻ ഹല്ലേലൂയ. ഒരു സഭ നടത്തുന്ന ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷകി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയനാണ്. ഹല്ലേലൂയ. ആമേൻ നിങ്ങൾ ആടുകളാണ്. ആമേൻ ഇടയൻ പറയുന്നത് കൃത്യമായി അനുസരിക്കുമെങ്കിൽ, ആമേൻ അത് പാലിക്കുമെങ്കിൽ നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. അവിടെയൊന്നും നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മൾ കടന്നു പോകുന്ന ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളും ആമേൻ അനേകരോട് ആമേൻ ഞങ്ങളോട് പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട്, ഞങ്ങൾ അവരോട് ദൈവാലോചന പറഞ്ഞിട്ട് ആമേൻ ഞങ്ങൾ വീട്ടിൽ മിണ്ടാതിരിക്കത്തില്ല. ആമേൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്തൊക്കെ ഇത്രയും ഉയർച്ചകളും അനുഗ്രഹങ്ങളും നിലനിൽപ്പും കർത്താവ് തന്നത് കേട്ട് ആമേൻ നിങ്ങളോട്
പ്രാർത്ഥിച്ചു പറഞ്ഞ ദൈവാലോചന നിമിത്തം പ്രിയദാസി വീട്ടിലിരുന്ന് കരയുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇത്രത്തോളം അനുഗ്രഹത്തോടെ സാക്ഷ്യമായി ഇതിനകത്ത് നിർത്തുവാൻ കർത്താവ് സഹായിച്ചത്. ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾ വിഷയങ്ങൾ അറിയിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ശക്തിയോടെ ഒരുമിച്ച് പോരാടുമെങ്കിൽ ആമേൻ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഈ ആലോചനയുടെ വാക്കുകൾക്ക് ശബ്ദത്തിന് ചെവിയിലേക്ക് മുൻപോട്ട് കടന്നു പോകുമെങ്കിൽ ഒരു സ്ഥാനത്തും ആമേൻ സ്വർഗ്ഗത്തിലെ അപ്പൻ പരാജയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ ജീവിതം ഉയർച്ചയായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ അനുഭവത്തിൽ നിന്നുകൂടി പറഞ്ഞ് ഞാൻ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ ഹല്ലേലൂയ ആമേൻ ഒഴിഞ്ഞവളായി പോയി നിറഞ്ഞവളായി വന്ന നവോമിയെ ആമേൻ നമ്മൾ ഹെഡിങ് കേട്ടു. അവൾ സന്തോഷമുള്ളവളായിരുന്നവൾ ചെന്ന് കയറിയത് മോവാബ് ദേശത്ത് ജാതികളുടെ ഇടയിലേക്ക്. ഇതുപോലൊരു അനുഭവം എന്റെ ഈ ജീവിതത്തിനകത്ത് കടന്നു വന്നു. നീണ്ട 13 വർഷം. ഞാൻ ഓർത്ത് ഓഗസ്റ്റ് 15-നാണ് ഇതിനകത്ത് മെസ്സേജ് ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷിച്ചേനെ. കാരണം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷം പൂർത്തീകരിക്കുന്ന വർഷമാണ് 2011 ഓഗസ്റ്റ് 15-നാണ് ആമേൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, പാസ്റ്ററുടെ സ്വാതന്ത്ര്യം പോയത്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെയാണ് കേട്ടോ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ 2011 ഓഗസ്റ്റ് 15-ാം തീയതി എന്റെ വിവാഹം നടക്കുവാൻ, വിവാഹത്തിന് മുമ്പ് ആമേൻ ഞാൻ ജനിച്ചു വീണത് ഒരു പാസ്റ്ററെയും ആമേൻ അഭിഷിക്ത പ്രവാചകിയായ ഒരു വാത്സല്യ മാതാവിനെയും മകളായിട്ടാണ് ഞാൻ ജനിച്ചു വീണത്. ഹല്ലേലൂയ. ആമേൻ ജനിച്ചു വീണ അന്ന് മുതൽ എന്റെ അമ്മ പറഞ്ഞ് എനിക്കറിയാം, ജനിച്ച് ഏകദേശം ഒരു 13 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിക്സ് വന്ന് ജന്നി വന്ന് വീഴുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അമ്മയൊക്കെ അപ്പോഴും ശുശ്രൂഷയിലാണെങ്കിലും അത്ര വലിയൊരു തീപ്പൊരി അല്ലായിരുന്നു. ആമേൻ എന്റെ ഫിക്സ് കാരണം കൂടുതൽ അവർ ദൈവസന്നിധിയിൽ അടുക്കുവാനും അതോടെ എന്റെ ഫിക്സിനെ കർത്താവ് മാറ്റുവാനും ഇടയായി. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ഞാൻ ആമേൻ എന്റെ യൗവന പ്രായമെത്തി, എന്റെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ +1 +2 ഏതൊക്കെ ആയി ആമേൻ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആമേൻ വാക്തത്വമുള്ള എന്നെ തകർക്കുവാൻ ആമേൻ കൂടെയുള്ള രക്തബന്ധത്തിന് തന്നെ പിശാച് കരങ്ങളിലെടുത്തു. എനിക്കൊരു സഹോദരനുണ്ട് കേട്ടോ. ആമേൻ ഇന്ന് വിശ്വാസത്തില് അന്ന് വിശ്വാസത്തിലൊന്നുമല്ല. അമ്മയും അപ്പനും ഒക്കെ ശുശ്രൂഷയിലാണ്, ശക്തന്മാരാണെങ്കിലും എവിടെയെങ്കിലും ആമേൻ കുടികാരി ഉയർത്തുവാൻ ഏതെങ്കിലും ഒന്നിനെ പിശാച് തരും. അങ്ങനെ ഒരു അനുഭവം എന്റെ ഈ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ ആമേൻ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആരുടെയെങ്കിലും കുടുംബത്തിനകത്ത് 4 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ ഒന്നിനെ പിശാച് തരും. അത് 100% ഉറപ്പാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ചിന്തിച്ചോണം, ഒന്നുകിൽ ഈ പിശാച് ബാധിച്ചതിനെ കർത്താവ് വിടുവിക്കാനായിരിക്കും ആമേൻ അങ്ങനെ ഒരു ആമേൻ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അടുത്തതിനെ കർത്താവ് പ്രയോജനപ്പെടുത്താനായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആമേൻ എന്റെ വിദ്യാഭ്യാസ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന പ്രവചന ദൂതുകൾ ഇതാ ഒത്തിരി ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ദൂതിന ആമേൻ അമ്മയോട് പറയുന്ന ദൂത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ തലമുറ, നിന്റെ മകൻ പെട്ടെന്ന് ക്ഷമിക്കേണ്ടവനാണ്. കാരണം എല്ലാവർക്കും അറിയാം ആദ്യ തലമുറ കർത്താവിനുള്ളതാണ്, ഇളയതിനെ ആർക്കും വേണ്ട. ഹല്ലേലൂയ. പക്ഷെ എന്നെ വേണ്ടെന്നല്ല പറഞ്ഞതിന് അർത്ഥം ആമേൻ ശുശ്രൂഷയ്ക്കായിട്ടല്ല അവർ ആമേൻ ആദ്യം എന്നെ ആമേൻ വളർത്തിയത്. ആമേൻ നല്ല വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലിക്കാരന്റെ കൂടെ മോളെ കെട്ടിച്ചു വിടണം, എന്നിട്ട് മോളെ ഒരു സെറ്റിലൊക്കെ ആക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ കർത്താവിന്റെ വേളയിൽ മാതാപിതാക്കൾ ആയിരുന്നുവെങ്കിലും അവർ ആഗ്രഹത്തോടെ വളർത്തി. പക്ഷേ എന്റെ വിദ്യാഭ്യാസത്തിന്റെ പകുതി മധ്യഭാഗം എത്തിയപ്പോൾ വിഷാദന്റെ വീട്ടിനകത്ത് എന്റെ സഹോദരന്റെ കരങ്ങളിൽ എടുക്കുവാനിടയാൽ എനിക്ക് പഠിക്കുവാൻ പോകാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. വലിയ സംശയരോഗം. ആമേൻ. കാണുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം കുറ്റം. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, മാന്യമായി ജീവിക്കുന്നത് ആമേൻ വ്യക്തിയുടെ നടുവിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ കടത്തിവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ എനിക്കൊരു 10 സെക്യൂരിറ്റി ഗാർഡ് കാണാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത്ര വലിയ ഐശ്വര്യമായിരുന്നു. അങ്ങനെയൊന്നുമല്ലോ. ഞാൻ പണ്ട് നല്ലൊരു സ്ലിം ബ്യൂട്ടി ആയിരുന്നു. പക്ഷേ ആമേൻ എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പോയി, സമാധാനമില്ല, പഠിക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഡിഗ്രി ലെവലിലോട്ട് മാറി, പിന്നെ ഉള്ള സമാധാനം കൂടെ പോയി. കാരണം അതുവരെ ഞാൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലെ മിക്സിംഗ് അല്ല, പെൺകുട്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ ആമേൻ ഡിഗ്രി ലെവലിലോട്ട് എത്തിയപ്പോൾ ആൺപിള്ളേരും കൊണ്ട് മിക്സിംഗ്. ഏകദേശം 4 പെൺപിള്ളേരുടെ ഇടയിൽ ആമേൻ 75 ആൺപിള്ളേരുടെ ഇടയിൽ കിടന്ന് 4 സഹോദരിമാർ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചത്. അതിനകത്തും പിശാച് കലക്കമുണ്ടാക്കി എല്ലാ സന്തോഷങ്ങളും അവിടെയും നഷ്ടപ്പെടുത്തി. എന്തായാലും ആമേൻ മുട്ടിയും ആമേൻ മൂടിയും ദൈവകൃപയാൽ ആമേൻ ഡിഗ്രി ആമേൻ ബികോം കംപ്ലീറ്റ് ചെയ്യുവാനിടയാൽ ആ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കേൾക്കുന്ന ആമേൻ നിന്ദകളും പരിഹാസങ്ങൾക്കും കണക്കില്ല കേട്ടോ. ഞാൻ കോളേജിൽ ക്ലാസ്സിന് കടന്നുപോയി തിരിച്ചു വരുമ്പോൾ ആമേൻ ഞാൻ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. എനിക്ക് രാവിലെ 10 മണി മുതൽ ആമേൻ 1 മണി വരെ ക്ലാസ് ഉള്ളൂ. ഞാൻ 2:30 വീട്ടിലെത്തും. ആമേൻ വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് മുഴുവനും മോശം വാക്കുകളാണ്. നീ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, കൂട്ടുകാരുടെ കൂടെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അവിടെയൊക്കെയും ആമേൻ ഇതൊക്കെ പറയുമ്പോഴും എന്റെ ഉള്ളിനകത്തൊരു കത്തലുണ്ട്. ഞാൻ അന്നും പറയും, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്നേഹിച്ചൊരുത്തന്റെ മുമ്പിൽ ഞാൻ തലനീട്ടി കൊടുക്കത്തില്ല. അപ്പനും അമ്മയും പറയുന്നതല്ലാതെ ഒരു സ്നേഹബന്ധത്തിലും ഞാൻ വീഴത്തില്ല. അതെന്റെ ഒരു വാശിയായിരുന്നു കേട്ടോ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ആ വാശിയൊന്നുമില്ല. അവർ അറേഞ്ച്ഡ് മാരേജിനെ
ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആമേൻ ലവ് മാരേജ് ചെയ്യുന്നതിന്. ആദ്യം ഒന്ന് ലവ് ചെയ്യും, പിന്നെ മനസ്സിലാക്കും, പിന്നെ ലൈഫിലോട്ട് പോകും. ആമേൻ പ്രിയ ദൈവമക്കളെ, അങ്ങനെയുള്ള യൗവന തലമുറകളോട് ഞാൻ പറയട്ടെ, ആ ലവ് ചെയ്യുന്ന സമയത്തുള്ള സ്നേഹബന്ധം പിന്നെ കാണത്തില്ല, പിന്നെ കിട്ടത്തില്ല, അതൊക്കെ പരാജയമായി മാറും. ദൈവം ഏൽപ്പിക്കുന്ന, കർത്താവ് നൽകുന്ന നല്ല പ്രപ്പോസലുകൾക്ക് കാൽവെക്കുക. കർത്താവ് നമ്മുടെ ജീവവലിയല്ല ആ ഒരൊറ്റ വിവാഹത്തിൽ തന്നെ നമ്മളെ ഉറപ്പിച്ച് ധൈര്യത്തോടെ നിർത്തുവാനിടയായി തീരും. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. എന്റെ ഡിഗ്രി വല്ലവിധേനയും കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ച ഡിഗ്രി കാലയളവിൽ സഹിക്കുവാൻ കഴിയാതെ സങ്കടം വരുമ്പോൾ ആമേൻ ഞാൻ കോളേജിൽ പോകുന്നത് ബ്ലൈഡുമായിട്ട്. കാരണം എന്ത്? ആമേൻ ഞാൻ നന്നായി അത്യാവശ്യം പഠിക്കുന്ന ഒരു വ്യക്തി, അറിയാമല്ലോ. ബികോം എന്ന് പറയുമ്പോൾ മാത്സിന്റെ അങ്ങേയറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ വിവാഹം കഴിക്കുന്നതും അങ്ങനെ ഒരു ബാങ്ക് ജോലിക്കാരന്റെ കൂടെ മാത്രമേ ഞാൻ വിവാഹവും കഴിക്കത്തുമുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ളവരോട് ഞാൻ റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രപ്പോസൽസ് തരുമ്പോൾ ഞാൻ പറയും, എനിക്ക് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്ക് ജോലിക്ക് വേണം. എത്ര പാസ്റ്റേഴ്സിന് എന്റെ ചർച്ചിൽ ആമേൻ മീറ്റിങ്ങിന് വരുന്ന എത്ര പാസ്റ്റർമാർ കരഞ്ഞ് ആമേൻ കണ്ണുനീർത്തുള്ളി വാരി എറിഞ്ഞിട്ട് പോയെന്നറിയാമോ? കാരണം എനിക്ക് ഇഷ്ടമല്ല പാസ്റ്റേഴ്സിനെ വിവാഹം കഴിക്കാൻ. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുന്നത് ഇഷ്ടമല്ല. ആമേൻ എനിക്ക് ജോലി കിട്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം, ആ പോളിസിയാ. ആമേൻ അങ്ങനെ ആമേൻ എന്റെ ആമേൻ ആ ഡിഗ്രിയുടെ സമയത്ത് മരണത്തിന് വേണ്ടി പല സമയം ആമേൻ ബ്ലൈഡുമായി ഞാൻ കോളേജിൽ ചെല്ലും. അസമാധാനമില്ലാതെ ഞാൻ കഴിയുമ്പോൾ എന്റെ കൂട്ടുകാരനെ ചേർത്ത് പിടിക്കും. ആമേൻ ഇതര ആമേൻ കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങൾ എന്നോട് പറയും, സമാധാനപ്പെട്, ആമേൻ ഇവന് അതിനെന്തോ മാനസിക പ്രശ്നമാണ്, നീ സമാധാനപ്പെട്, ഇതിനൊക്കെ ഇവര് വ്യത്യാസം വരും. അങ്ങനെ വീണ്ടും ഹല്ലേലൂയ ഞാൻ CA ജോയിൻ ചെയ്തു. ആമേൻ ഏകദേശം 2 വർഷത്തോളം ക്ലാസ്സിന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ കടശരായ പ്രശ്നമുണ്ടായി. ആമേൻ സ്നേഹിച്ച് വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്റെ സഹോദരന് ഞാൻ CA പഠിക്കുവാൻ ആമേൻ നമ്മുടെ ശാസ്ത്രമംഗലം റാങ്ക് സെന്റർ ഫോർ CA ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവന് ജോലി കിട്ടി. ദൈവകൃപയ പോണ്ടിച്ചേരിയിലേക്ക് ദൈവം അവനെ ട്രാൻസ്ഫർ ചെയ്തു. ആമേൻ അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിനകത്ത് അല്പമെങ്കിലും ഒരു സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, CA കംപ്ലീറ്റ് ചെയ്യാമല്ലോ. കാരണം എന്റെ ലക്ഷ്യം മുഴുവനും ജോലിയാ, എനിക്ക് കിട്ടുമല്ലോ. അതിനിടയിൽ ഞാൻ PSC പഠിക്കും, ഉറക്കമില്ല, രാവും പകലും കണ്ടിന്യൂസ് പഠിത്തം. ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് മാത്രം ടൈം കൊടുത്തിട്ട് ബാക്കി സമയം മുഴുവനും പഠിത്തം. ബന്ധുക്കളടുത്ത് പോകത്തില്ല. ആമേൻ ആരോട് സംസാരിക്കുന്നത് ചുരുക്കം, പഠിത്തം മാത്രം. ആമേൻ വലിയ പുസ്തക കെട്ടുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങി ആമേൻ പഠിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പഠിത്തത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത എന്റെ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്ത വരുവാനിടയായി. ആമേൻ എന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയുമായി ആമേൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഓർത്തു, ആമേൻ ഹല്ലേലൂയ, ഇനിയെങ്കിലും ഇവനെ കൊണ്ടുള്ള ശല്യം കുറയും. ആമേൻ അവന്റെ ജോലി വിട്ടു, അവന്റെ ജോലിയെല്ലാം കളഞ്ഞ് ഇവൻ നാട്ടിലേക്ക് കടന്നു വന്നു. സ്വസ്ഥത കിട്ടുമെന്ന് ആമേൻ വിചാരിച്ച എന്റെ ജീവിതത്തിലേക്ക് അടുത്തൊരു കുരിശുകൂടെ ആമേൻ പിശാച് കൊണ്ടിടുവാനിടയായി. അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയി. ഏകദേശം ആമേൻ അവന്റെ വിവാഹം കഴിഞ്ഞു. ആമേൻ അവന്റെ ഭാര്യ പ്രസവിച്ചു. ഏകദേശം ഒരു 4 മാസം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരം ഉണ്ടായി. നീ നിൽക്കുന്നത് എന്റെ പ്രൈവസിക്ക് ഒരു തടസ്സമാണ്. ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ആമേൻ എന്നെ വല്ല ആമേൻ എന്നെ ആരെങ്കിലും ആമേൻ നല്ലൊരു പ്രപ്പോസൽ വരുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഫാമിലിയിലേക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുക, എനിക്ക് ജോലി മതി, എനിക്ക് ശുശ്രൂഷ വേണ്ട, അങ്ങനെ ഒരു ലൈഫ് വേണ്ട. അങ്ങനെ ആമേൻ വീട്ടുകാരെ ഇങ്ങനെ ഒത്തിരി പ്രപ്പോസലിലേക്ക് കടന്നു വരുവാനയ്യ. ഇതിനിടെ ഞാൻ പറയട്ടെ, ഒത്തിരി അടി ഇടി പ്രശ്നങ്ങൾ ആമേൻ ഓരോ ദിവസം കഴിയുന്തോറും ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഉപദ്രവത്തിന് കണക്കില്ല കേട്ടോ. ആമേൻ ഇന്നും ശരീരത്തിനകത്ത് എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അന്ന് കിട്ടിയ ഇടിയുടെ വേദനയുള്ളൂ. ആമേൻ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ആമേൻ വാക്ക് പോലും, ഒരു മോശം വാക്ക് പോലും കേൾക്കാൻ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ അങ്ങനെ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നൊരു ആമേൻ വ്യക്തിയല്ല കർത്താവ് എനിക്ക് തന്നത്. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഞാൻ വേദനപ്പെട്ടോ, എവിടെ ഞാൻ കരഞ്ഞുവോ, എന്തിനു വേണ്ടി ഞാൻ നിരാശപ്പെട്ടോ, അതിനേക്കാൾ ഇരട്ടി സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ കർത്താവ് എനിക്ക് നൽകുവാനിടയായി. അങ്ങനെ ആമേൻ പിന്നെ വരുന്ന വിവാഹങ്ങൾ മുഴുവനും, കാരണം പപ്പ പാസ്സായതുകൊണ്ട് പപ്പയുടെ കോൺടാക്ട് മുഴുവനും പാസ്റ്റേഴ്സാ. ഇവര് കൊണ്ടുവരുന്നതെല്ലാം നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാ. ആമേൻ ഞാൻ പറഞ്ഞു, ആമേൻ എനിക്ക് ശുശ്രൂഷകന്മാരൊന്നും വേണ്ട, ആമേൻ അവസാനം ദൈവസന്നിധിയിൽ സറണ്ടറായി. ഇനി പറ്റത്തില്ല. ഇവർ കൊണ്ടുവരുന്ന ആലോചനകൾ മുഴുവനും പാസ്റ്റേഴ്സാണ്. ഈ വീട്ടിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തായാലും ആമേൻ എനിക്ക് എവിടെയും ഒന്ന് തല നീട്ടിയാലേ പറ്റത്തുള്ളൂ. ആമേൻ അവസാനം ഞാൻ 2 കൽപ്പിച്ചു പറഞ്ഞു, ആമേൻ ഏതെങ്കിലും പാസ്റ്റേഴ്സിനെ തന്നെ നോക്കുക, ആമേൻ ഞാൻ വിവാഹത്തിന് തയ്യാറാണ്. അങ്ങനെ ആമേൻ ഒത്തിരി ആമേൻ പാസ്റ്റേഴ്സ് ഒക്കെ വന്നു. ആമേൻ അവരോടൊക്കെ ഞാൻ
മുഖത്ത് നോക്കി ഇഷ്ടമില്ലെങ്കിൽ പറയും എനിക്ക് ഇഷ്ടമാണ്. ആമേൻ അവർ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറയും ഞാൻ നോർത്ത് ഇന്ത്യൻ അല്ല, ഏത് ആമേൻ സ്ഥലത്തായാലും ഞാൻ വന്നോളാം, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആ വരുന്ന പ്രപ്പോസൽ അവൻ ഉറപ്പിക്കാനായിട്ട് നമ്മൾ പോകുമല്ലോ. ആമേൻ ആമേൻ ദൈവാനുവദിച്ച് എന്റെ പപ്പയ്ക്കൊരു സഹോദരിയുണ്ട്, ഒരേ ഒരു സഹോദരിയുണ്ട്, അവരൊക്കെ ജാതിയിൽ നിൽക്കുന്നതാ. ആമേൻ അവിടുത്തെ അങ്ങളെ പയ്യന്റെ വീട് കാണാൻ പോകും പറയും ആ വീട് വേണ്ട, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവിടുത്തെ സാഹചര്യം ഇതാണ്, പാസ്റ്റൊക്കെ തന്നെ ശരി, മക്കളെ ഇത് നിനക്ക് പറ്റത്തില്ല, നിനക്ക് വേണ്ടിയുള്ളത് ദൈവം കൊണ്ടുതരും. അങ്ങനെ വീണ്ടും മാമന്റെ വാക്ക് കേട്ട് ഞാൻ വീണ്ടും ചവിട്ടി പിടിക്കും, ഇനിയും അവസരമുണ്ടല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ആമേൻ ദൈവകൃപയാൽ 2011 ആമേൻ ഏപ്രിൽ മാസം 16-ാം തീയതി ഒരു പ്രപ്പോസൽ വന്നു. ആമേൻ പപ്പ യാദൃശ്ചികവശാൽ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മുടെ ഈ ചെറിയ പള്ളിയിൽ ആമേൻ ആ മുളയറ ഭാഗത്തൊരു മാട്രിമോണി ഇടുന്ന ഒരു വ്യക്തിയെ കണ്ടു. പുള്ളിയുടെ കയ്യിലേക്ക് പപ്പയുടെ ഫോട്ടോയും ബയോഡേറ്റയും ആമേൻ പിൻ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ആമേൻ ഒരു ഫോൺ കോൾ വന്നു. ആമേൻ ഉളിയാക്കോട് ദേശത്ത് നിന്ന് ആമേൻ ഇന്ന സ്ഥലത്ത് നിന്ന് ആമേൻ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പുള്ളി ബാങ്ക് മാനേജറാണ്. ആമേൻ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആഗ്രഹിച്ചൊരു പ്രപ്പോസൽ ആണല്ലോ, എന്തായാലും ആമേന് വരട്ടെ. അങ്ങനെ ആമേൻ ഏപ്രിൽ മാസം 2011 ഏപ്രിൽ മാസം 16-ാം തീയതി വന്ന് പുള്ളി എന്നെ കാണുവാനിടയായി. ഹല്ലേലൂയ. എന്തായാലും പരസ്പരം ഇഷ്ടപ്പെട്ടു. ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ ആ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ദൈവകൃപയാൽ ഓഗസ്റ്റ് 15, 2011 വിവാഹം കഴിഞ്ഞു. ആമേൻ അന്നൊന്നും തിരിച്ചറിയാത്ത ഒത്തിരി സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് ആമേൻ വിവാഹത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്നാനപ്പെട്ടതാണ് പുള്ളി. ആമേൻ ജോലിക്ക് പോകുന്നതാണ്. അങ്ങനെ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ഉറിയാക്കോട് ദേശത്ത് ഇദ്ദേഹത്തെ കുറിച്ച് നല്ല പേരാണ്. പ്രത്യേക എന്റെ പാരന്റ്സ് വന്ന് അന്വേഷിച്ചത് മുമ്പ് ആമേൻ ഇദ്ദേഹത്തിന്റെ ചുറ്റിലും ഉള്ള താമസിക്കുന്നതെല്ലാം റിലേറ്റീവ്സ് ആണെന്നുള്ള മണ്ടത്തരം അറിയാതെ അവർ ചെന്ന് അന്വേഷിച്ചു. എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആമേൻ അറിവുകളൊക്കെ കിട്ടി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടത്തില്ല. അങ്ങനെയുള്ള നല്ല വാർത്തകളൊക്കെ കേട്ട് വീട്ടിൽ വന്നു, ലെറ്റർ അടിച്ചു. വിവാഹത്തിന് ആമേൻ ഒരാഴ്ച കിടക്ക വിട്ട് ആമേൻ അതിനിടയിൽ ആമേൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം മുതൽ ഞങ്ങൾ തമ്മിൽ അങ്ങ് വല്ലാതെ എടുത്തു. കാരണം സ്നേഹിച്ച് നടന്ന ശീലമില്ലാത്തത് കൊണ്ട് പരസ്പരം ഞങ്ങൾ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും ആമേൻ ഞങ്ങൾ അങ്ങ് ക്ലോസ്ഡ് ആയി. അവസാനം വിവാഹത്തിന് 4 ദിവസം കിടക്ക വിട്ട് ഒരു ദിവസം പപ്പ എന്നോട് പറഞ്ഞു ഈ ഫാമിലി നമുക്ക് ശരിയാകത്തില്ല. ലെറ്റർ അടിച്ചു, എല്ലാ ആൾക്കാരെ വിളിച്ചു, പാട്ടുകാരെ അറേഞ്ച് ചെയ്തു, ഫുഡിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇനി അറിയാനായിട്ട് ഒരു പാസ്റ്റേഴ്സും ഇല്ല. ആമേൻ എന്തിനാ ആമേൻ പറയണം? ആമേൻ വേറുള്ളവർ അറിഞ്ഞാലും കുഴപ്പമില്ല. ഇനി എന്നെ കുറിച്ച് ആമേൻ വിവാഹത്തെ കുറിച്ച് അറിയാത്ത ഒരു പാസ്റ്റേഴ്സും ഇല്ല. എല്ലാവരും പറഞ്ഞു, ഈ കേരളക്കര മുഴുവൻ പറഞ്ഞു ഇനി ഇതെങ്ങനെ മാറ്റും? ആമേൻ ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ്ഡ് ആയി പോയി. ഇനി എങ്ങനെ വേണ്ടാന്ന് വെക്കുക? റീസൺ എന്താ? പപ്പ പറഞ്ഞു ശരിയാവത്തില്ല, ആ ഫാമിലി നമുക്ക് പറ്റത്തില്ല. ആമേൻ രതീഷിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഉറിയാക്കോട് നല്ല പേരാ, പക്ഷേ വെള്ളനാട് ഇങ്ങനെ ഒരു ഗുണ്ടാ ഫാമിലി ഇല്ല, ഇങ്ങനെ കുടിക്കാത്ത വ്യക്തികളില്ല, വേണ്ട, ഇത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ ഞാൻ പപ്പയോട് പറഞ്ഞു. ആമേൻ ഒരാൾക്ക് വാക്ക് കൊടുത്ത് ഒരാളെ സ്നേഹിച്ചിട്ട് ഇനി എനിക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്ത് റിസ്ക്കും ഞാൻ എടുക്കാൻ തയ്യാറാണ്. അന്ന് എന്റെ മണ്ടത്തരത്തിൽ ഞാൻ പറഞ്ഞു പോയ വാക്കാണ്. എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഇതിൽ നിന്ന് പിന്മാറുന്ന യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് എന്റെ പപ്പയോട് പറയുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ തമാശയായിട്ടാണ് മണ്ടത്തരം എന്ന് പറഞ്ഞത്. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ എന്റെ വിവാഹ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിവാഹത്തിലോട്ട് കാൽ വെച്ചു. ആമേൻ ഒത്തിരി പ്രതിസന്ധികൾ ആമേൻ പിന്നെ എന്റെ ജീവിതത്തിനകത്ത് നടന്നത് മുഴുവനും ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്തതും അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒത്തിരി പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ ഞാൻ ഓർത്തു നല്ലൊരു അമ്മായിയമ്മയായിരിക്കും എനിക്ക് കിട്ടുന്നത്, നല്ലൊരു ഫാമിലി ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. പറയട്ടെ ആമേൻ രാവിലെ ആമേൻ എഴുന്നേൽക്കുന്നത് പോലെ മദ്യക്കുപ്പിയുമായിട്ട് എഴുന്നേൽക്കുന്ന ഒരു ഭാവിയെ ഭർത്താവിനെ എനിക്ക് തന്നത്. ബാത്റൂമിന്റെ ഫ്ലഷ് ടാപ്പ് തുറന്നാൽ അതിനകത്ത് മദ്യക്കുപ്പി. ആമേൻ മുളക്കാരം. ആമേൻ ഹല്ലേലൂയ. പിന്നെ ആമേൻ കോണ്ടസാരം. ഇങ്ങനെയുള്ള ഒത്തിരി ഞാനല്ല എനിക്കറിയാത്ത ബാറുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ആമേൻ ഹല്ലേലൂയ കൊല്ലത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ബാറുകളില്ല. കാരണം ആമേൻ ബാറിൽ പോയി ഇദ്ദേഹം കുടിക്കാൻ പോകും 90 രൂപയുടെ ആമേൻ അരപ്പെക്കോ പെരുപ്പെക്കോ അതെനിക്കറിയത്തില്ല എങ്ങനെയാന്ന് പറഞ്ഞു തരാൻ. അതടിക്കുമ്പോ എനിക്ക് 300 രൂപയുടെ ആഹാരവും മേടിച്ചു തന്ന് എന്നെ കണ്ട ബസ് സ്റ്റോപ്പുകളിലൊക്കെ നിർത്തും. കാവലായിട്ട് ഞാൻ അവിടെ നിൽക്കും. നമ്മുടെ ഈ തിരുമല ഭാഗത്തൊക്കെ എന്റെ മാതാപിതാക്കളുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് താമസിക്കുന്നത്. ആ ബാറുകളുടെ ഫ്രണ്ടിലൊക്കെ ഞാൻ നിൽക്കുന്നത് എന്ന് ചത്തൊരു ശവം എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെയാ. ആമേൻ എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കും ഭർത്താവ് നമ്മുടെ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി. ആമേൻ അവർക്കൊക്കെ പിന്നെ മനസ്സിലായി കാണും ബാറിനകത്തായിരിക്കും. ആമേൻ സന്തോഷത്തോടെ പോകുന്ന, ഓഫീസിൽ പോകുന്ന, ബാങ്കിൽ പോകുന്ന ആള് തിരിച്ചു വരുന്നത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി, ശരീരത്തിൽ മുഴുവൻ ശരീരവുമായി. ഇതൊന്നും സഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആമേൻ ഞാൻ പറയട്ടെ
ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിൽ ആമേൻ മദ്യക്കുപ്പിയ ആമേൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ആ ശരീരത്തിനകത്ത് ഇനി രഹസ്യമായി വെക്കാൻ സ്ഥലങ്ങളൊന്നും കാണത്തില്ല. അവിടെ മുഴുവനും ആമേൻ ഇതൊക്കെ സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള മദ്യക്കുപ്പികളായിരിക്കും. ഞാൻ ഇന്ന് വരെ ഇത്ര ഫാഷനുള്ള കുപ്പികളെ കണ്ടിട്ടില്ല. ആമേൻ 30,000 60,000 രൂപയ്ക്കുള്ള നല്ല മോഡൽ കുപ്പികളൊക്കെ വീട്ടിനകത്ത് കൊണ്ടുവരും. ആമേൻ ഹാലലിയ കൂട്ടുകാരുടെ കൂടെ കുടിച്ചിട്ട് അതിൽ ബാലൻസ് വരുന്നതും കൊണ്ടുവരും. ആമേൻ അത് മാത്രവുമല്ല, ആമേൻ കമ്പ്യൂട്ടറിന്റെ CPU അറിയാമല്ലോ, അതിനകത്ത് വെക്കാൻ ഒത്തിരി സ്പേസ് ഉണ്ട്. അതും അതൊരു അലമാര പോലെയാ, ഷോക്കേസ് പോലെയാ അതിനകത്ത് വെക്കുന്ന. 2009 ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി. ആമേൻ ഹല്ലേലൂയ. അതിനൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളിനകത്തും കഴിക്കുന്ന ഖൈനി പാക്ക്, ആ പാക്ക് ആമേൻ ഹല്ലേലൂയ ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന ശരിക്കും ഒരു ബാറായിരുന്നു. ആമേൻ ഹല്ലേലൂയ അന്നത്തെ രതീഷിന്റെ വീടിന്റെ ഉള്ളറ. ആമേൻ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും ആമേൻ എന്തെങ്കിലും ബുക്കുകളൊക്കെ വെക്കാനായിരിക്കും ഷെൽഫ് ഉണ്ടാക്കുന്നത്. ഇത് നേരെ തിരിച്ച് ആ വീടിനകത്തുള്ള എല്ലാ മുക്കിലും മൂലയിലും ആമേൻ അനിയന്റെ റൂമിലും പാസ്റ്റർ റൂമിനകത്തും കുപ്പിയുടെ ആമേൻ മേളവാ. വണ്ടിക്കകത്ത് മുഴുവനും ആമേൻ ഈ മദ്യത്തിന്റെ കുപ്പികൾ. അങ്ങനെ ആമേൻ വല്ലവിധേനയും പ്രാർത്ഥിച്ചും എടുത്തും അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് നോക്കി, ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. പലപ്പോഴും സ്നേഹത്തിൽ പറഞ്ഞു നോക്കും, പറ്റുന്നില്ല. പലപ്പോഴും വെറുപ്പിനോട് പറഞ്ഞു നോക്കും, പറ്റത്തില്ല. പിന്നെ എന്താ പറയാ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് വേർപെടുത്താൻ പറ്റത്തില്ലല്ലോ. ആമേൻ വീട്ടിൽ കടന്നുപോയി പഠിക്കാമെന്നോർത്ത് സിയുടെ ബുക്കെല്ലാം തട്ടിക്കുടഞ്ഞെടുത്ത് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ വരുന്നത് മുഴുവനും മദ്യത്തിന്റെ ഗന്ധമാ. സ്വസ്ഥതയോടെ ഇരുന്ന് പഠിക്കുവാൻ കഴിയത്തില്ല. ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കവും വഴക്കും പ്രശ്നങ്ങളും. കുടുംബജീവിതത്തിനകത്ത് വിഷയമില്ല. ഉള്ളിയുടെ അമ്മയിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ വന്നു. അവസാനം പറയട്ടെ, ഓഗസ്റ്റ് 15 കല്യാണം കഴിഞ്ഞു. ആമേൻ ഒക്ടോബർ മാസത്തിൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ഉദരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി. ആമേൻ തലമുറയാവുമ്പോഴെങ്കിലും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പ്രശ്നം വർദ്ധിച്ചതല്ലാതെ അതിനകത്തൊരു ചേഞ്ച് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ ദൈവത്തെ അറിഞ്ഞൊരു പാസ്റ്റർ മകളായിരുന്ന ഞാൻ ആമേൻ കാണാത്ത സിനിമകളൊന്നും ഇല്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ആ വീട്ടിലകം ആമേൻ ഒരു ബാർ മാത്രമല്ല, ഒരു സിനിമാശാല കൂടെയായിരുന്നു. ആമേൻ എല്ലാ വീക്കെൻഡിലും നേരെ ഭീമാവള്ളിയിൽ പോകും. ആമേൻ ഞാൻ ഈ കമ്പലൊന്നും ഇടാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ്. ഈ ഭീമാവള്ളിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ആമേൻ പെന്തക്കോസ്തുകാരി ആമേൻ ഭീമാവള്ളിയിൽ സിനിമ കാസറ്റ് എടുക്കാൻ വരുന്നത്. ഒരു ലജ്ജയും ഇല്ലാതെ ഞാൻ പോവായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് നാണക്കേടായിരുന്നു. പിന്നെ എന്താ പറയാ, എന്റെ ജീവിതം ഒരു പരാജയമല്ലേ, അറപ്പും വെറുപ്പുമായി ആമേൻ ഞാൻ പോകും. ആമേൻ ഒരു ലിസ്റ്റ് ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ വേണ്ട ഫിലിം കാസറ്റുകളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവരും. ഇത് കമ്പ്യൂട്ടറിനകത്തിട്ട് രാത്രി ഒന്നും ഉറങ്ങത്തില്ല. അർദ്ധരാത്രികളെ ആമേൻ പകലുകളാക്കി സിനിമ കണ്ട് കോമഡികളൊക്കെ കണ്ട് ചിരിച്ചു പോകുന്ന ഒരു ലൈഫായിരുന്നു പിന്നെയുള്ള ഒരു വർഷം മുഴുവനും. കാരണം ആമേൻ ഇദ്ദേഹം മദ്യപിച്ചിട്ട് വന്നിട്ട് എന്ത് സന്തോഷം ലഭിക്കാനാ, എന്ത് സമാധാനം കിട്ടാനാ. ആമേൻ ഇങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കുവാൻ. പ്രിയ ദൈവമക്കളെ, മദ്യത്തിന് സമാധാനം തരുവാൻ കഴിയത്തില്ല. ആമേൻ സിനിമയ്ക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല. എന്ന് ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുവാൻ തയ്യാറായോ, എന്ന് ലോകം തരാത്ത സമാധാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞോ, അന്നല്ലാതെ എന്റെ സ്ഥിതിക്ക് മാറ്റം വന്നില്ല. അന്നല്ലാതെ എന്റെ വിഷയത്തിൽ പരിഹാരം സ്വന്തം വരുത്തിയില്ല. അങ്ങനെ ആമേൻ ഹല്ലേലൂയ വീടിനകത്ത് പ്രശ്നങ്ങളായി. ആമേൻ സ്വത്തിനും പണത്തിനും വേണ്ടി സ്ത്രീധനത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ വഴക്കുകളും പ്രശ്നങ്ങളും സ്വസ്ഥതകളും എല്ലാം നഷ്ടപ്പെട്ടു. ഒരു സുപ്രഭാതത്തിൽ ആമേൻ പറയട്ടെ, ആമേൻ ഹാലെ മാതാപിതാക്കൾ ഞങ്ങളെ ആ വീട്ടിനകത്തൊന്ന് ചവിട്ടി പുറത്താക്കി. ആമേൻ ഇനി നിങ്ങൾ ഈ വീട്ടിനകത്ത് വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കണം. അങ്ങനെ ആമേൻ വെറും 50,000 രൂപയും കൊണ്ട് ആമേൻ ഒരു വീട് വെക്കാനായിട്ട് ഇറങ്ങി. ആമേൻ വീട് വെക്കുന്ന സമയത്തും ആമേൻ ഇദ്ദേഹം വിശ്വാസത്തിൽ അല്ല. ആമേൻ ചർച്ചിൽ വരും. ആമേൻ ഞായറാഴ്ചത്തെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് 7:30 തുടങ്ങി 9:30 അവസാനിക്കും. ഒരു പാസ്റ്റർ മോളായ ഞാൻ ചർച്ചിൽ പോകുന്നതിന് 9, 10 അല്ലെങ്കിൽ 9:15 ആശീർവാദം പറയുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ എന്നെ ദയനീയമായിട്ട് നോക്കും. കാരണം അവരുടെ വിശ്വാസിയെ കുറ്റം പറയും, വന്ന പെൺകൊച്ചിനെ കുറ്റം പറയത്തുള്ളൂ. ഞാൻ ഈ ആമേൻ ഹല്ലേലൂയ ഇരുത്തി വീണതുപോലെ മരവിച്ചൊരവസ്ഥയിൽ ചെന്ന് അവിടെ ചെന്ന് തലവെക്കും. ആമേൻ ഹല്ലേലൂയ. എനിക്ക് സന്തോഷത്തോടെ ഒരു ആരാധനയ്ക്ക് പോയി മടങ്ങി വരുവാൻ കഴിയത്തില്ല. കാരണം ആമേൻ ഹല്ലേലൂയ പാസ്റ്ററുടെ വായിലുള്ളത് ഞാൻ കേൾക്കണം, അമ്മാമ്മയുടെ വായിലുള്ളത് കേൾക്കണം. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. എന്റെ അവസ്ഥ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു വ്യക്തിയില്ല. പലപ്പോഴും ഞാൻ പാസ്റ്ററോട് വാവിട്ട് കരയും. പാസ്റ്ററെ, പുള്ളി ജോലിക്ക് പോയിട്ട് വരുന്നതിന് തൊട്ട് മുമ്പായി 1 അരമണിക്കൂർ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ. കാരണം എന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ ജനിച്ച് വീണതേ പെന്തക്കോസ്ത് മതത്തിലുള്ള ആമേൻ അപ്പന്റെയും അമ്മേനെയും ശുശ്രൂഷയും ആമേൻ പ്രവചനത്തിന്റെയും പ്രസംഗത്തിന്റെയും നന്മകൾ അനുഭവിച്ച് ജീവിച്ച ഞാൻ ഈ മദ്യശാലയിൽ ആമേൻ പാപത്തിന്റെ കോട്ടയിൽ വന്ന് എന്റെ ജീവിതം മുഴുവനും അഥവാ പാതാളത്തിനകത്തായിപ്പോയി. എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥ
അവസ്ഥയിൽ ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലും സഹായിക്കുമല്ലോ എന്നോർത്ത് ഞാൻ പാസ്റ്ററോട് പറയുവാൻ ഞാൻ വിളിക്കുമ്പോ പാസ്റ്റർ നേരെ എന്ത് ചെയ്യും? ഫസ്റ്റ് വിളിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിക്കും. വിജി വിളിച്ച് ഇന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇത്ര മണിക്ക് പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ. ആദ്യമൊക്കെ പാസ്റ്റർ വരും, വന്നിരുന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോകും. പിന്നെ വരുമ്പോ അവൻ എന്നെ 10 കുത്തുകുത്തി എനിക്ക് കുറച്ചുകൂടെ വേദന വന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് പോകും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഇവർ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ പിന്നെ ആ പ്രാർത്ഥനയും മുടങ്ങി. അവസാനം ഞാൻ ചിന്തിച്ചോ, കർത്താവേ, ഞാൻ തന്നെത്താണ്ടിരുന്ന് പ്രാർത്ഥിച്ചാല് ഇനി എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരത്തല്ലോ. അങ്ങനെ ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ എനിക്ക് തന്നു, മൂത്ത തലമുറ. അവൻ എന്റെ കൂടെ ഇപ്പോഴുണ്ട്. ഞാൻ അവനെ കണ്ടപ്പോൾ നിങ്ങൾ ഞാൻ വന്നപ്പോ നിങ്ങൾ എന്റെ മൂത്തയാളെ ശ്രദ്ധിച്ചു കാണും. അവനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും ഫീൽ ചെയ്തോ? ദൈവം ഒരു ആവശ്യത്തിലുള്ള സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ആർക്കെങ്കിലും തോന്നിയോ? അവനെ കണ്ടാൽ ആരും പറയത്തില്ല, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ പറ്റത്തില്ല. ജനിച്ച് 15 ദിവസത്തെ ആദ്യം 3 ദിവസത്തെ ആയുസ് വൈദ്യശാസ്ത്രം പറഞ്ഞു. പിന്നീട് 15 ദിവസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ 15 ദിവസം താണ്ടത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. ഉദരത്തിൽ വെച്ച് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് എന്റെ മൂത്ത കുഞ്ഞ് ജനിച്ചത്. അവന്റെ വാൾവിന് ചുരുക്കവും ഹോളുമായിട്ട് 2 ബ്ലഡും ശുദ്ധരക്തവും അശുദ്ധ രക്തം ഒരുമിച്ച് പമ്പ് ചെയ്ത് പോകുന്ന ഒരു ശരീരസ്ഥിതിയിലാണ് എന്റെ തലമുറയായിരുന്നത്. ആ സ്ഥാനത്ത് ഡോക്ടർ പറഞ്ഞു, ഇതിന് മുൻപോട്ട് പോകത്തില്ല. 3 ദിവസത്തെ മാറ്റി ഡോക്ടർ 15 ദിവസത്തെ ആയുസ് പറഞ്ഞു. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ഇന്നും അവൻ ട്രീറ്റ്മെന്റിലാണ്. ജനിച്ച 30ാമത്തെ ദിവസത്തിൽ അവനൊരു സർജറി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു 100%-ൽ 25% മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. ഇനി 75% കൊണ്ട് മുൻപോട്ട് ഇത് പോകത്തില്ല, വീണ്ടും സർജറി വേണ്ടി വരും. അങ്ങനെ ഞാൻ ഓർത്തു, ഈ സിറ്റുവേഷനിലെങ്കിലും ഇദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുമടക്കം ഇല്ല. ആ സമയത്തും ദൈവം കണ്ണിലെ കൃഷ്ണമണിയെ തൊട്ടിട്ടും ഇദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടായില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുവാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഞാൻ മടങ്ങി വന്നത്? ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ പരാജയം ഇതായിരിക്കും. ഞാൻ ലോകപ്രകാരമുള്ള ഒരു ലൈഫിലേക്ക് കാൽ വെച്ചപ്പോൾ ജോലിയുടെ പുറകെ ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാനിടയായി. കാരണം ഒത്തിരി ഭക്തന്മാരെ ഞാൻ കരയിപ്പിച്ചു. എനിക്ക് സുവിശേഷ വേല വേണ്ട, എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കേണ്ട. ആ കണ്ണുനീർ എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചത് ശുശ്രൂഷയായിരുന്നു. മാതാപിതാക്കളും ചിന്തിച്ചു, മോനോടാ ദൂത് പറഞ്ഞത്, നീ രാജ്യങ്ങൾ കടന്നു പോകും, സ്റ്റേറ്റുകൾ കടന്നു പോകും, കർത്താവിന്റെ വേല ചെയ്യും, നീ അനേക പ്ലാറ്റ്ഫോമിൽ നിൽക്കും. അപ്പോൾ മാതാപിതാക്കളും ചിന്തിച്ചു, അവന്റെ വേല, സുവിശേഷ വേല അവൻ ചെയ്യും. പക്ഷേ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട്, യാക്കോബിനെ അറിയാവുന്ന യാക്കോബിനെ ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഈ വചനം വെച്ച യാക്കോബിനെ അനുഗ്രഹിച്ചെങ്കിൽ ഈ അനുഗ്രഹം എന്റെ കരങ്ങളിൽ തന്നെ വീഴും. ഇതാര് ചെയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഒരു കാഴ്ചപ്പാട് വേണം കേട്ടോ. ജീവിതത്തിന്റെ എല്ലാ മേഖല, അത് മിനിസ്ട്രി ആകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, ഒരു ഭാര്യ എന്ന പദവിയാകട്ടെ, മക്കൾ എന്ന പദവിയാകട്ടെ, ഒരു ജോലി എന്ന പദവിയാകട്ടെ, എല്ലാത്തിനും നമുക്കൊരു കാഴ്ചപ്പാട് വേണം. എല്ലാത്തിനും ഒരു ലക്ഷ്യം വേണം, ആഗ്രഹം വേണം. അതിന്റെ പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ വിടാതെ അതിനുവേണ്ടി പ്രയത്നം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേക സഹോദരിമാരാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കണം ശക്തമായി. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒന്നീ ഹസ്ബൻഡിൽ നിന്നൊരു പ്രയാസം, അല്ലെങ്കിൽ മക്കളിൽ നിന്നൊരു പ്രയാസം, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സഹോദരിമാരെയാണ്. പ്രത്യേകിച്ച് അമ്മ എന്ന പദവി. അത് ദൈവം എനിക്ക് ആ ഭാഗ്യം തന്നു. അതില്ലാത്തവർക്ക് ദൈവം വേഗത്തിൽ അതിനുള്ള ഭാഗ്യങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. അതൊരു വലിയ പദവിയാണ്, ഒരു അമ്മ എന്ന പദവി. ആ പദവിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കുടുംബത്തിനകത്തൊരു വിഷയം വന്നാൽ കരയുകയും നിലവിളിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ആ ഭവനത്തിലെ അമ്മയായിരിക്കും. അതുപോലെ ഒരു ഭർത്താവിന് അത്രത്തോളം ടെൻഷൻ വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ക്രമീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ പ്രിയ സഹോദരിയും ഇത്രത്തോളം ശക്തമായി ഈ ദേശത്ത് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഇനി എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ മാത്രമേ, ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ മാത്രമേ എന്റെ തെറ്റെന്തെന്ന്, ഞാൻ വന്നത് അപ്പത്തിന്റെ ഭവനത്തിനകത്ത് നിന്ന് ദൈവം തന്ന എല്ലാ സന്തോഷത്തെയും വിട്ട്, ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തെയും വിട്ട് ഞാൻ നോവാബിലേക്ക് കടന്നു വന്നു. എന്റെ ജീവിതത്തിനകത്ത് വന്ന പരാജയം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം എന്റെ കുടുംബജീവിതം തകർച്ചയുടെ വക്കിലായി. എന്റെ മകന്റെ ശരീരത്തിന്റെ അത് രോഗം വന്നു. ഇനി എല്ലാം നശിച്ചു. എല്ലാം പരാജയപ്പെട്ടു. അപ്പോഴാ എന്റെ ഉള്ളിനകത്ത് കത്താൻ തുടങ്ങിയത്. പണ്ട് പകരപ്പെട്ട ആ പ്രാർത്ഥനയുടെ ദീപം അതിനകത്ത് പകരപ്പെടുക
വരുവാൻ തുടങ്ങി. ആമേൻ. ഞാൻ വീട്ടുകാരെ അറിയാതെ ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ഇതാ, കർത്താവേ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് റിസൈൻ ചെയ്ത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി നീണ്ട 31 ദിവസം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 31ാമത്തെ ദിവസമായപ്പോൾ ഞാൻ കാറ്റുപോലെ എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം ഞാൻ ശാരീരികമായി മാനസികമായി തകർന്നു. കുഞ്ഞിന് പാല് കൊടുക്കണം, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി ഭാരപ്പെട്ടു. അവൻ എങ്കിലും പറയട്ടെ, 31ാമത്തെ ദിവസം ഞാൻ കരഞ്ഞതിന്റെ മറുപടി സ്വർഗത്തിലെ അപ്പോൾ എന്റെ കൺമുൻപിൽ കൊണ്ടുവരുവാനേ. കാരണം അന്ന് വരെ എന്റെ ജീവിതത്തിനകത്ത് നടക്കാത്ത വലിയൊരു അത്ഭുത പ്രവൃത്തി എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുത സാക്ഷ്യമാണ് കേട്ടോ. ജോലിയുടെ റിസൈൻ പേപ്പർ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആമൻ ഈ പേപ്പർ തന്നിട്ട് പറഞ്ഞു, ഞാൻ ബാങ്കിലെ ജോലി രാജിവെച്ചു, ഇനി ഞാൻ ജോലിക്ക് കടന്നു പോകുന്നില്ല. ആമൻ. ഞാനൊപ്പം പറഞ്ഞു, ആമൻ, ഇനി എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും, ആമൻ, ഇനി എങ്ങനെ നമ്മൾ ജീവിക്കും. ആമൻ. റിസൈൻ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ആഗ്രഹിച്ചത്, മുൻപോട്ട് പോകുവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട്. കുഞ്ഞു സുഖമില്ലാത്തതാ, അവന് ട്രീറ്റ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ വേണം. അപ്പൊ ഇനി ഞാൻ ജോലിക്ക് പോകേണ്ടി വരും. ഇതൊക്കെ എന്റെ ജീവിതത്തിലെ ചിന്തയായിരുന്നു. പക്ഷേ ആമൻ ജോലി രാജിവെച്ച പേപ്പറും വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോടൊരു തീരുമാനമെടുത്ത്, അപ്പാ, ഞാൻ പട്ടിണി വന്നാലും ആമേൻ ഇനി ഈ ജോലിക്ക് പോകരുത്, ഞാൻ പട്ടിണി കിടന്നോളാം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്താൽ മതി. അങ്ങനെ ആമേൻ അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് കരയാൻ തുടങ്ങി. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായപ്പോൾ തന്റെ ഹൃദയത്തിനകത്ത് വീണ്ടും ചേഞ്ചസ് കർത്താവ് വരുത്തി. ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോയി. ആമേൻ. ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോയ അന്ന് തുടങ്ങി തന്നെ താൻ ഈ ആമേൻ ഞങ്ങളുടെ ചർച്ച പ്ലാറ്റ്ഫോമിൽ പുസ്തകവുമായി പ്രസംഗിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ശക്തമായി എടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഈ ആമേൻ ജോലിയെല്ലാം റിസൈൻ ചെയ്തു. ഏകദേശം ഒരു 3-4 മാസം ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിനകത്ത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. കാരണം അറിയാമല്ലോ, ആമേൻ 40,000-30,000 സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന വീട്ടിനകത്ത് ഒരു 10 രൂപയുടെ വരുമാനമില്ലാതെ സംഭവിക്കുന്ന ആമേൻ റബ്ബർ ടാമ്പിങ്ങിന് പോകും. അതിൽ കിട്ടുന്നത് അറിയാമല്ലോ, മഴ ഉണ്ടെങ്കിൽ ആമേൻ അത് അന്നത്തെ ദിവസമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. 24ാമത്തെ വയസ്സ് ആമേൻ പിഞ്ചു കുഞ്ഞിനെ ആമേൻ ഹസ്ബൻഡിന്റെ അടുത്ത് ഉറക്കി കിടത്തിയിട്ട് ആമേൻ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ആമേൻ ഒരു ദിവസം 2 വീട്ടിൽ ആമേൻ വീട്ടു ജോലിക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ബാത്റൂം ആമേൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ആമേൻ അതിൽ പ്രാർത്ഥിക്കുന്ന അമ്മാമയായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും, അവിടെ വരുന്ന ഗസ്റ്റുകളുടെ ഡ്രസ് ഇറക്കി കൊടുക്കും, ആ വീട് 2 നില തൂത്ത് തുടച്ച് അവിടെ പ്രാർത്ഥന ഹാളൊക്കെ വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ ആ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള വേറൊരു അമ്മാമ കണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഭവനവും എനിക്ക് ജോലിക്കായി തുടങ്ങും. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ജോലിക്ക് പോകും. കിട്ടുന്ന തുച്ഛമായ നന്മയും അവിടെ നിന്ന് തരുന്ന നല്ല ആഹാരങ്ങളും കൊണ്ട് ആമേൻ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്ന് ആമേൻ സന്തോഷത്തോടെ ആമേൻ ഞാൻ കുടുംബജീവിതം നയിച്ചു. ഏകദേശം ഒരു 3-4 മാസത്തോളം ഞാൻ ആ ജോലിക്ക് പോകാൻ കർത്താവ് ഇടവരുത്തിയുള്ളൂ. 4ാമത്തെ മാസം ആമേൻ അവിടെ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാ മാസത്തിന്റെയും ആരംഭത്തിലെ വ്യാഴാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. ഒത്തിരി പേർ കടന്നു വരുന്നത്. ഞാൻ അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ഒരു ദിവസം ആമേൻ വീട്ടിലുള്ള കുറെ പപ്പായയും ആമേൻ റേഷനും ഒക്കെ ആയിട്ട് ഇത് അമ്മാമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മാമ്മ നല്ല പൈസ തരും. ആമേൻ വീട്ടിൽ നിന്ന് പപ്പായ കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര പേർക്ക് അറിയാതെ നമ്മൾ വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, വീട്ടിലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മാമ്മ വടക്കല്ല അമ്മാമ്മയാ, അമ്മാമ്മ എനിക്ക് ആമേൻ പൈസ തരും. നമ്മുടെ ഇവിടെ കൊടുക്കുമ്പോൾ ആമേൻ 50 രൂപ കിട്ടുന്ന സാധനം അമ്മാമ്മ എനിക്ക് 150 രൂപ തരും. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും ബസ്സിൽ കയറുമ്പോ തോളിനകത്ത് ബൈബിള്, 2 കൈയിലും ഒരു സൈഡിൽ റേഷൻ ആമേൻ, ഒരു സൈഡിൽ ആമേൻ പപ്പായ ആമേൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കോവയ്ക്കുണ്ട് അതൊക്കെ കാണും. ഇത് കൊണ്ട് കൊടുക്കുമ്പോ അമ്മാമ്മ പൈസ തരും. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിനകത്ത് കയറി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാൻ ഇവിടുത്തെ വലിയ ജംഗ്ഷൻ എത്തിയപ്പോൾ എന്റെ ശരീരം വല്ലാതെ വിയർക്കുവാൻ തുടങ്ങി. വല്ലാതെ ശരീരം വിയർത്ത് ആമേൻ ഞാൻ വീഴുവാനായിട്ട് തലച്ചുറ്റി വീഴുവാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പാ, എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവ് സംഭവിച്ചു പോയോ? നിന്നോട് സ്നേഹിക്കുന്നതിൽ, നിന്നോട് അടുക്കുന്നതിൽ എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു പോയോ? നീ എന്നോട് മനസ്സലിയണം, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആമേൻ ഒരു ചിന്ത എന്റെ മനസ്സിനകത്ത് ഓടി വന്നു. CA വരെ പഠിച്ച ഞാൻ ലോകപ്രകാരമായ ഒരു ജോലിക്ക് എനിക്ക് പോകുവാൻ കഴിയുന്നില്ല. കാരണം വീട്ടിലെ അസമാധാനത്തിന്റെ അവസ്ഥ, അതിനുള്ളൊരു ആമേൻ കാഴ്ചപ്പാടൊക്കെ മാറി. ഞാൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്. ആമേൻ അവർക്ക് കൊടുത്താൽ ഇത്രയും പൈസ എന്റെ കയ്യിൽ കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ ഇതും ചുമന്നുകൊണ്ട് പോകുന്നത്. ഇതിനൊരു വിരാമം എന്തെന്റെ ദൈവം ചെയ്യും? ഞാൻ ആമേൻ ബസ്സിനകത്ത് നിന്ന് എന്റെ കണ്ണിൽ കൂടി വീണ കണ്ണുനീർ തുള്ളികൾ ആമേൻ ബസ്സിൽ ഇരുന്ന ആന്റിയുടെ ശരീരം മുഴുവനും ഇറ്റിട്ട് വീഴുവാനിടയായി. ആമേൻ ആ സഹോദരിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം, ഒന്നുകിൽ ഫാമിലി പ്രോബ്ലം ആയിരിക്കും, എന്തോ ഒരു പ്രശ്നം ഈ മകൾക്കുണ്ട്. ആമേൻ ഞാൻ പെട്ടെന്ന് ആന്റി എനിക്ക് എഴുന്നേറ്റ് തന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അതിനകത്തിരുന്ന്
ഇന്ന് മുഴുവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ കാരണം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ആമേൻ, ഒരു വിഷയവുമില്ല. ആമേൻ, പാളയം തുടങ്ങി കവിടിയറ ഞാൻ അവിടെ പോകുന്നത്. ആമേൻ, അമ്മാമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, എന്നെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് റോഡിലോട്ട് വിടണം, എനിക്ക് നടക്കുവാൻ പറ്റത്തില്ല. അന്ന് ഞാൻ ആ ഹോളിനകത്ത് ചെന്നിട്ട് അമ്മാമ്മയുടെ ഈ സാധനം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലൊരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട, ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യും ഞാൻ പോകും, ഇനി ഇവിടെ ജോലിക്കായിട്ട് ഞാൻ മടങ്ങി വരത്തില്ല. സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചു. ആ പുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച വചനം ഇന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം അതിലൊരു ഭാഗം ഇങ്ങനെയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ആമേൻ, ഈ പട്ടിണി ഞാൻ ഇറന്ന് കഴിച്ചതാ. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആമേൻ, നിന്റെ വായിൽ നിന്നും അനുഗ്രഹവും വരും ശാപവും വരും. നീ എന്ത് പറയുന്നോ അതായിരിക്കും നിന്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. ആമേൻ, ഞാൻ പറഞ്ഞതില്ല, ആമേൻ, ജോലി റിസൈൻ ചെയ്ത് സുവിശേഷ വേറെ മതി, ഞാൻ പട്ടിണി കിടന്നോളാം. ആമേൻ, 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോ ഉള്ള വിദ്യാഭ്യാസം എല്ലാം വിട്ട് ആമേൻ മറ്റുള്ളവരുടെ അടുക്കളയ്ക്കകത്ത് പോകേണ്ട ഗതികേട് എനിക്ക് വന്നു. കാരണം അത് ഞാനാ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ അപ്പം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അപ്പൊ ഞാൻ കർത്താവിന്റെ വേല ചെയ്ത് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തി ജീവിച്ചാളാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ വരത്തില്ലായിരുന്നു. ആമേൻ, അങ്ങനെ ഞാൻ അന്ന് ആമേൻ ആ ജോലി കളഞ്ഞ് വീട്ടിനകത്ത് വന്നിരുന്ന ആമേൻ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ജോലിക്കാ പോയത്, ഇനി എനിക്കതിന് പറ്റത്തില്ല. കർത്താവിനോട് സംസാരിക്കുവാനായി ഞങ്ങൾ രണ്ടുപേരും മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അന്നു വേണ്ടുന്നത് കർത്താവ് ഞങ്ങൾക്ക് മുൻപോട്ട് കരുവാനിടയായി. ഇന്ന് പ്രിയ ദൈവമക്കളെ പറയട്ടെ, അന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ ആമേൻ വെറും ഒരു പോർക്കളമല്ല കേട്ടോ. ഉപവസിക്കുന്നവരെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഉപവാസത്തിന്റെ വലിയൊരു ശക്തിയാ ഞങ്ങളുടെ മിനിസ്ട്രി, ഞങ്ങളുടെ കുടുംബജീവിതം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് മുഴുവനും ഉപവാസം കൊണ്ട് ഞങ്ങൾ നേടിയെടുക്കുക, പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നേടിയെടുക്കുക. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെയും ആമേൻ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അസമാധാനത്തിലും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഉപവസിച്ചെന്ന് പറഞ്ഞ് ചൊട്ടൊന്നും പോകത്തില്ല. ആമൻ 21 കിടന്നിട്ടുണ്ട്, ആമൻ 7 കിടന്നിട്ടുണ്ട്, 3 കിടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ 7 ഇരുന്നിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയൊന്നും ചത്തുപോകുന്ന ശരീരമല്ല നമുക്കുള്ളത്. ആമൻ ഉയരത്തിലുള്ളത് പ്രാപിക്കണമെങ്കിൽ, ഉയരത്തിലുള്ള ജീവൻ പ്രാപിക്കണമെങ്കിൽ, ആമൻ ഉയരത്തിലുള്ള നന്മ പ്രാപിക്കണമെങ്കിൽ ലോകത്തിലേക്ക് നിന്റെ നോട്ടം മതിയാക്കോ, ലോകത്തിലേക്ക് നിന്റെ നോട്ടം മതിയാക്കോ, നിന്റെ പാരന്റ്സിലേക്ക് നോക്കുന്നത് മതിയാക്കോ, നിന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്നത് മതിയാക്കോ, നിന്റെ ഭർത്താവിലേക്കുള്ള നിന്റെ നോട്ടം മതിയാക്കോ. ഉയരത്തിലേക്ക് നോക്കുമെങ്കിൽ ആമേൻ ലോകത്തിലൊന്ന് നോക്കിയാൽ കണ്ണുനീരും പ്രയാസവും ആമേൻ ഹല്ലേലൂയ കഷ്ടതയുമേ കിട്ടത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ ആശ്രയം വെക്കരുത്. കാരണം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആമേൻ ഭാര്യയ്ക്ക് അസുഖം വന്നെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകുന്ന ഭർത്താവുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭർത്താവിന് ഒരു രോഗം വന്നെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോകുന്ന, നാളെ മറ്റൊന്ന് തേടി പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തിനു പറയുന്നു? ആമേൻ 21 വയസ്സ് വരെയും 30 വയസ്സ് വരെയും ആമേൻ 18 വയസ്സ് വരെയും നൊന്ത് പ്രസവിച്ച് വളർത്തി പരിപാലിച്ചു കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ ആമേൻ ഒരൊറ്റ സ്നേഹബന്ധത്തിന് മുമ്പിൽ ആമേൻ ഒന്നുമില്ലാത്തവരാക്കി ഇട്ടെറിഞ്ഞു പോകുന്ന മക്കളുടെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ അതും പോട്ടെ, ആമേൻ ഓമനിച്ച് വളർത്തി നല്ല പൊസിഷൻ കൊടുത്ത്, നല്ല ജോലി കൊടുത്ത്, നല്ല കുടുംബജീവിതം കൊടുത്ത് വിദേശ രാജ്യങ്ങളൊക്കെ അയച്ചിട്ട് മാതാപിതാക്കളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ആമേൻ മക്കൾ ഉള്ള മാതാപിതാക്കളുടെ മുമ്പിലാ നമ്മളായിരിക്കുന്നത്. ആ സ്ഥാനത്തൊക്കെ ദൈവം നമ്മളെ ഇത്രത്തോളം പരിപാലിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉയരത്തിലേക്ക് നീ നോക്ക്, ഒരു സ്ഥാനത്തും ലക്ഷിക്കപ്പെട്ടത് അനുവദിക്കരുത്. ആമേൻ നീ കരയുന്നത് രഹസ്യത്തിലാണെങ്കിൽ പരസ്യമായി സ്വർഗം മറന്നു നൽകുക. ആമേൻ കരയുന്നത് രഹസ്യമാണെങ്കിൽ, കരയുന്നത് രഹസ്യത്തിലാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരസ്യത്തിൽ നിനക്ക് മറുപടി നൽകുവാനിടയായിരിക്കും. നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞു, നവോമി സന്തോഷമുള്ളവർ മോവാബിലേക്ക് ഇതാ യാത്ര ചെയ്തു. അവിടെ സന്തോഷം കിട്ടും, അവിടെ അനുഗ്രഹം കിട്ടും. 2 മക്കളുമായി ഭർത്താവുമായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാമെന്ന് പറഞ്ഞ് ബത്ലഹേമിനകത്ത് നിന്ന് അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് ഇതാ മോവാബിലേക്ക് യാത്ര ചെയ്തു. ജാതികളുടെ ഇടയിലേക്ക്, ജാതികളുടെ വിഗ്രഹാരാധനകളുടെ ഇടയിലേക്ക് ഇതാ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഇതാ ആമേൻ മോവാബ് ദേശത്തിലേക്ക് മഹ്ലോനും കില്യോനും ഏലീമേലേക്കും നവോമിയായി ഒരു കുടുംബം ഇതാ യാത്ര തിരിച്ചു. അതിനകത്ത് ആമേൻ ഹല്ലേലൂയ ഒന്ന് ഞാൻ പറയട്ടെ, ആമേൻ ചില സ്ഥാനങ്ങളിൽ നിന്നെ അയക്കുന്നത് ചില തെരഞ്ഞെടുപ്പ് അതിനകത്ത് ഉള്ളതുകൊണ്ട്, ചിലവരെയൊക്കെ നിന്നോടൊപ്പം
ചേർക്കാനുള്ളത് കൊണ്ട്. അതുകൊണ്ട് നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ഏത് മേഖലയിലകത്ത് ഇറങ്ങി തിരിച്ചാലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഏത് നല്ല നിലയിലും ഏത് ഉയർച്ചയിൽ നീ എത്തിയാലും ആമേൻ ഹല്ലേലൂയ നിന്നെ പരാജയപ്പെടുത്തുവാൻ പിശാച് നിന്റെ കൂടെയില്ല. നീ എവിടെ പോയാലും നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ വീഴ്ച കാണുവാൻ നോക്കുന്ന ഒരു പിശാചുണ്ട്. അത് ചിലപ്പോൾ നിന്റെ മിനിസ്ട്രിയിലാകാം, അല്ലെങ്കിൽ നിന്റെ കുടുംബ ജീവിതത്തിലാകത്താകാം, അല്ലെങ്കിൽ നിന്റെ തലമുറയുമായിട്ടുള്ള ബന്ധത്തിലാകാം, വിദ്യാഭ്യാസത്തിലായിരിക്കും. എല്ലാ മേഖലയിലും തകർക്കുവാൻ നിൽക്കുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ തന്ത്രത്തെ ചവിട്ടി മരിക്കണമെങ്കിൽ നിനക്ക് ചുമ്മായ അഭിഷേകമല്ല വേണ്ടത്. സിംഹത്തിലെ വലിച്ചിന്റെ അഭിഷേകമല്ല, വേദികത്തിലെ തകർക്കുവാൻ തക്കതായ ഒരു അഭിഷേകമല്ല. അഭിഷേകങ്ങളിൽ ബാധിക്കാതെ ഭൂമിയായ ബെത്ലഹേം വിട്ടത് മോവാബിലേക്ക് നവോമിയും തന്റെ രണ്ട് മക്കളും ഭർത്താവുമായി യാത്ര തിരിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. അവരുടെ പരാജയം ആമേൻ ഹല്ലേലൂയ. നവോമി നല്ലൊരു അമ്മായിയമ്മയായിരുന്നു കേട്ടോ. ആമേൻ നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു ഭാര്യയായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിനകത്ത് വന്നുപോയ ഒരേ ഒരു പരാജയം, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ അവൾ എവിടെ പോയി? അപ്പത്തിന്റെ ഭവനം വിട്ട് നവോമി ആമേൻ മോവാബ് ദേശത്തേക്ക് പോയി. ആരെങ്കിലും ദൈവസന്നിധി വിട്ട് പ്രാർത്ഥന വിട്ട് ഉപവാസം വിട്ട് എവിടെയെങ്കിലും ലോകത്തിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അമ്മമാരെ, ഏത് ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, മടങ്ങി വരേണ്ട സമയം ആസന്നമായിരിക്കുന്നു. പ്രാർത്ഥനയുടെ പോർക്കളത്തിലേക്ക്, ഉപവാസത്തിന്റെ പോർക്കളത്തിലേക്ക് ആമേൻ മടങ്ങി വരുമെങ്കിൽ ഞാൻ പറയട്ടെ, ചില പരാജയങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് വലിയ അനുഗ്രഹമാക്കിത്തരും. ചില പകർച്ചയെയൊക്കെ പരിശുദ്ധാത്മാവ് തടയും. നിന്റെ കാണുന്നതിന്റെ ഓർമ്മയല്ല, നിന്റെ അകലെ പരിശുദ്ധാത്മാവ് പോരുവാനിടയായിരിക്കുന്നു. അങ്ങനെ നവോമി മോവാബ് ദേശത്തേക്ക് എത്തി. ആമേൻ വിവാഹപ്രായമായ രണ്ട് മക്കൾ ഹല്ലേലൂയ. തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. ആമേൻ സന്തോഷത്തോടെ രണ്ട് മക്കളും ഭർത്താവുമായി മടങ്ങി വന്ന ആമേൻ മോവാബിലേക്ക് വന്ന നവോമിയുടെ ജീവിതത്തിനകത്ത് ഭർത്താവ് നഷ്ടപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. ഇനി രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കൾ ആ മോവാബ് ദേശത്തിൽ നിന്ന് തന്നെ ജാതീയ മ്ലേച്ഛതയിൽ കിടന്ന രണ്ട് വ്യക്തികളെ വിവാഹം കഴിക്കുവാനായി ഓർപ്പ അവിടെയാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് അതിനകത്ത് ചെയ്യുന്നത്. നവോമി അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു, അപ്പത്തിന്റെ ഭവനത്തിൽ താമസിച്ചവളായിരുന്നു. അതൊക്കെ ശരിയാ. അവളുടെ ജീവിതത്തിനകത്ത് ദൈവം നീതിയായി കണക്കിട്ടത് രൂത്തിനെയാ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. രണ്ട് മരുമക്കളെ രൂത്തിന് നവോമിക്ക് കർത്താവ് ദാനം ചെയ്തു. അതിൽ ഒന്ന് ഓർപ്പ, രണ്ട് രൂത്ത്. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ചു. ഏറിയ നാൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇട്ടിട്ട് വന്നതിന്റെ പരാജയത്തിന്റെ പരിണിതഫലം രണ്ട് മക്കളും നഷ്ടപ്പെട്ടു. നവോമിക്ക് രണ്ട് മക്കളും നഷ്ടപ്പെട്ടു. ഭർത്താവായ എലീമേലെക്കും നഷ്ടപ്പെട്ടു. ഇതാ രണ്ട് മരുമക്കളുമായി ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതെ എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം. ഇന്ന് എന്റെ മുമ്പിലും ചില വ്യക്തികൾ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ പിന്നെ പരാജയത്തിന്റെ പടികുടിയിൽ കിടന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങോട്ട് പോകണം? ഇടത്തോട്ട് പോകണോ, വലത്തോട്ട് പോകണം, നേരെ പോകണോ? ഞാൻ ജോലിക്ക് പോകണോ വേണ്ടയോ? അതോ ഈ കുടുംബ ജീവിതത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ? ഞാൻ എങ്ങനെ ഇനി നിൽക്കണം? എങ്ങനെ ഞാൻ മുൻപോട്ട് പോകണം? ഇതുപോലൊരു കൺഫ്യൂഷന്റെ നടുവിൽ ഇതാ നവോമി നിൽക്കുന്നു. രണ്ട് മരുമക്കളുമായി. ഇനി അവളുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഉരുവായി ഇവർക്ക് മക്കളാക്കി കൊടുക്കുവാൻ, ഭർത്താക്കന്മാരായി കൊടുക്കുവാൻ ഇല്ല. എന്ത് ചെയ്യും? പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്ന് നവോമി കരയുന്നുണ്ട്. എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ദിവസം രണ്ട് മരുമക്കളെയും വിളിച്ച് നവോമി പറയുവാനിടയായി, നിങ്ങൾ എന്റെ രണ്ട് മരുമക്കളാ, നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ, കാര്യമൊക്കെ ശരി. പക്ഷേ എന്റെ ഉദരത്തിൽ നിന്ന് ഇനി ഒരു മക്കളെ പുറപ്പെടുവിച്ച നിങ്ങൾക്ക് കുടുംബജീവിതം തരുവാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇടയിലേക്ക് മടങ്ങിപ്പോകുവാൻ നവോമി പറയുവാണ്. അങ്ങനെ ഒരു നല്ല അമ്മാവിയമ്മേ ആർക്കെങ്കിലും കിട്ടുമോ? എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. പക്ഷെ ഇല്ല, ആ ഭാഗ്യം എനിക്ക് ഇന്നും ലഭിച്ചിട്ടില്ല, അന്നും ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു നല്ലൊരു നവോമിയായ അമ്മായിയമ്മേ ഹല്ലേലൂയ ദൈവം രൂത്തിന് കൊടുത്തു, ഓർപ്പയ്ക്ക് കൊടുത്തു. പക്ഷേ ഓർപ്പയ്ക്ക് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അമ്മാവി അമ്മയോട് പറ്റിച്ചേർന്ന് പ്രാർത്ഥിച്ച ഒരുവളായിരുന്നു രൂത്ത്. ഞാൻ പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന അഭിഷക്ത ദാസന്മാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന, കരം പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽ ഇതിനകത്ത് കേട്ട സാക്ഷ്യങ്ങളുള്ളത് അടുത്ത വർഷം ഇരട്ടിയാകുവാൻ കഴിയുക. അടുത്ത വർഷം ഏറ്റവും അനുഗ്രഹമായി, അടുത്ത നാളുകളിൽ ഏറ്റവും അനുഗ്രഹമായി
കൊണ്ടവനാ, ദീപനകടക ശമ്പനാരകൾ കൊണ്ടവനാ. പരിശുദ്ധാത്മ സഹോദരിയോട് പറയുന്ന ഒരു ദൂതത, നിന്നെ ഒരു ഗതികേടെന്ന് പറഞ്ഞു, നിന്റെ ജീവിതം ഒരു ഗതികേടെന്ന് പറഞ്ഞ് പരാജയമെന്ന് പറയുന്നതിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുക, നിന്നെ ഗതിയുള്ളവളാക്കി ചൂടവന ശമ്പന റീത്തലകടക ചെയ്യ അർത്ഥക്കൊണ്ടവന ദീപനകടക ശമ്പന വൈഡാന. യോഗ്യതയില്ലെന്ന് ലോകം പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവ് പറയുന്നത് ഈ ദൂതത, ഈ യോഗ്യത ഇല്ലാത്ത നിന്നെ ആ പരിശുദ്ധാത്മാവിന് ആവശ്യം. നിനക്ക് സകല യോഗ്യതകളും നൽകി ചില സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, ചില സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ചൂടമന അത്തനകടക ശബ്ദന. ഇന്നുള്ള താഴ്ചകളെ കണ്ട് നീ ഭയപ്പെടണ്ട. ഇന്ന് നിന്നോടൊപ്പം ചേർന്ന് നിൽപ്പാൻ ആരുമില്ലെന്ന് നീ ഭാരപ്പെടണ്ട. ആമേൻ നീ നോക്കിയത് ഉയരത്തിലേക്ക്. അതുകൊണ്ട് വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവന്റെ മുഖം ലക്ഷിച്ചു പോകുവാൻ സ്വർഗത്തിലെ അപ്പൻ ഇല വരുത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, വരുന്ന കാലയളവിൽ, വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹമായത് ചില ഗതികേടുകളെ പരിശുദ്ധാത്മാവ് മാറ്റിത്തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില പാപപ്പിഴകളെ ആമേൻ നിന്നെ വലിച്ചെറിയുവാൻ പദ്ധതിയിടുന്നവരുടെ മുമ്പില് ദൈവം ഒരു മാന്യതയുടെ പുതപ്പ്, ഒരു ഏറ്റവും മാന്യതയുടെ പുതപ്പ് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തരും. ഹല്ലേലൂയ. അങ്ങനെ നവോമി രണ്ട് മരുമക്കളോടും പറഞ്ഞു, ആമേൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓർപ്പ തന്റെ പാരമ്പര്യത്തിലേക്ക്, പാരമ്പര്യ ജാതീയ മ്ലേച്ഛതകളിലേക്ക് ഓർപ്പ ഇട്ടിപ്പോയി. പക്ഷേ രൂത്ത് എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ. ഒന്ന് അവളുടെ സെന്റിമെന്റൽ ആയിരിക്കും, അമ്മായിയമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചു, കരുതി, എന്നെ മാനിച്ചു, ആമേൻ ഞാനും കൂടി ഇട്ടിട്ട് പോയാൽ ആമേൻ നവോമിക്ക് ആരുമില്ലല്ലോ, സന്തോഷമുള്ള ഈ കണ്ണ് ആമേൻ 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 കണ്ണുനീരിൽ ആഴ്ന്നു പോകുമല്ലോ, ഇനി ഈ കണ്ണുനീര് ആമേൻ കാണുവാൻ എനിക്ക് കഴിയത്തില്ല. ആമേൻ രൂത്ത് ആമേൻ അമ്മാവിയോടൊപ്പം ചേർന്ന് നിൽക്കുവാനിടയായി. ആമേൻ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? ആമേൻ സ്വർഗത്തിലെ അപ്പനോടൊപ്പം ആര് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? നീ കരയുന്നത് രഹസ്യത്തിലാകട്ടെ, നീ നിലവിളിക്കുന്നത് രഹസ്യത്തിലാകട്ടെ, നിന്റെ പ്രാർത്ഥന രഹസ്യമാകട്ടെ. ചൂടമന ആർത്തന രഹസ്യമനയുടെ ശബ്ദന വൈദാന റീത്തനയുടെ ശബ്ദനാരകൾ കൊണ്ടവന റീത്തനയുടെ ശബ്ദനാരകൾ കടകി. ആമേൻ ഈ ദിവസങ്ങളിൽ രഹസ്യമായി കരയുന്ന മിനിസ്ട്രിയുടെ അടുത്ത ചില കാൽവെപ്പുകളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ കാൽവെപ്പുകളെ പരിശുദ്ധാത്മാവ് ബുദ്ധി പറഞ്ഞ്, ആലോചന പറഞ്ഞ് നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ആമേൻ നീ ഒന്ന് കാണുമ്പോൾ അതിനിരട്ടിയായി കാഴ്ചപ്പാടുള്ള ചിലതിനെ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങൾ ചേർത്ത് നിർത്തുവാൻ വരുന്നു. എനിക്കറിയത്തില്ല പരിശുദ്ധ വന്ന സമയം മുതൽ എന്നോട് പറയുന്നുണ്ട്, ഈ മിനിസ്ട്രിയെ കർത്താവ് ആമൻ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു. ചില നാളുകളായി ആമൻ പിശാചിന്റെ ചില മുളകളെ നുള്ളിക്കളയും. ആമൻ കർത്താവ് പറയുന്നു, ആ നുള്ളിയതിനെ നുള്ളിയവരെ കൊണ്ടെടുക്കുന്ന അപ്പന രഹസ്യമൻ. എനിക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ആന്റിയോട് അധികം സംസാരിച്ചിട്ടില്ല. എന്നെ മീറ്റിംഗിന് വിളിച്ചു, ഞാൻ വന്നു. ആമേൻ പിന്നെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ ആമേൻ ഹെഡിങ് ഞാൻ ചോദിച്ചു. അത് മാത്രമേ, ഏത് മിനിസ്ട്രിയാന്ന് മാത്രമേ, ഡിനോമിനേഷൻ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ ഇന്ന് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പ്രിയദാസിയുടെ പ്രയർ റിക്വസ്റ്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ ആര് വിളിച്ചാലും ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് പ്രൈസിലോട് കൊടുക്കും, അവരുടെ പേര് ചോദിക്കും, അവരുടെ സ്ഥലം ചോദിക്കും, അത് പ്രയർ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇദ്ദേഹം ഒരു അഭിഷിക്ത ദാസിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രയർ റിക്വസ്റ്റ് പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ എനിക്കറിയത്തില്ല. തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മറ്റൊന്നും അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂര, ആരിതിനെ നുള്ളിയോ, ആരിതിനെ അടർത്തി മാറ്റുവാൻ ശ്രമിച്ചോ, അതിനെയൊക്കെ പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിക്കുവാൻ കഴിയുക. ചിലതിനെയൊക്കെ പേര് വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ടീമായി അവൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ടീമായി ചിലതിനെയൊക്കെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ആമൻ ദൈവം അതിനെയൊക്കെ അവകാശമാക്കി തരും. അടുത്ത നിങ്ങളുടെ കാലുകൾ അതിലൂടെയാ, അടുത്ത നിങ്ങളുടെ മിനിസ്ട്രിയുടെ വളർച്ച ആമൻ അതിലൂടെയാണ്. അതുകൊണ്ട് ശക്തമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ചില രൂത്തുമാരെയൊക്കെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇട്ടിട്ട് പോകാൻ പദ്ധതി ഒരുക്കിയ ചില രൂത്തുമാരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ എഴുന്നേൽക്കുമെങ്കിൽ, ആമേൻ ഉപവസിക്കുന്ന ചില സഹോദരിമാർ ഇതിനകത്ത് എഴുന്നേൽക്കുമെങ്കിൽ, ഞാൻ പറയട്ടെ, ഇതിന്റെ അതിരുകളെയൊക്കെ നിങ്ങൾക്ക് കർത്താവ് വിശാലമാക്കി തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് ആമേൻ അനുഗ്രഹമാക്കി തരുവാൻ. Praise the Lord. Hallelujah.
അപ്പോ ആമേൻ ഹാലിയ നവോമി എന്താ പ്ലാൻ ചെയ്തത്? ആമേൻ തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഇനി അവരുടെ സ്വന്തം എന്ന് പറയുവാൻ ആരുമില്ല. മരുമക്കളെ അവരുടെ ദേശത്ത് തന്നെ ഇട്ടേച്ച് തന്റെ ജീവിതത്തിനകത്ത് വന്ന പരാജയം, അപ്പത്തിന്റെ ഭവനം എന്ന പരാജയം, ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന ശുശ്രൂഷ എന്ന വാക്തത്വം തിരിച്ചറിഞ്ഞ് ഞാൻ മടങ്ങി വന്നതുപോലെ ആമേൻ ആമേൻ ഹാലലുയ നവോമി ചിന്തിച്ചു, ഇനി എനിക്ക് തിരിച്ചൊരു മടങ്ങിപ്പോക്കുണ്ട്. ആമേൻ ഹാലലുയ ഞാൻ ആമേൻ ആമേൻ നിറഞ്ഞവളായിട്ടാ വന്നത്, പക്ഷെ ഞാൻ ഒഴിഞ്ഞവളായി തിരികെ മടങ്ങിപ്പോകുമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒക്കെ അവിടെ നിറയ്ക്കുവാൻ കാണും. ആ വിശ്വാസത്തോടെ നവോമി പറയുവാനിടയായി, ആമേൻ നിങ്ങൾ എല്ലാവരും പൊക്കോ, ഞാൻ തന്നെ പൊക്കോളാം. ആമേൻ രൂത്ത് വിട്ടില്ല. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കാം, നീ തിന്നുവെങ്കിൽ ഞാൻ തിന്നും, നീ ഉറങ്ങുമെങ്കിൽ ഞാൻ ഉറങ്ങും, നീ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ച് ആ ഹിതത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു, എന്നോട് പോകാൻ നീ പറയരുത്. ആമേൻ നിന്നെ വിട്ട് പിരിയുവാൻ എനിക്ക് കഴിയത്തില്ല. ആമേൻ ആമേൻ ആത്മാവ് ഉള്ളവർക്കറിയാം നവോമിയോടൊപ്പം ചേർന്ന് നിന്നാൽ ചെറുവത്തെ പ്രാപിക്കുവാൻ കഴിയും. നമ്മൾ യൂത്തുമാരായി മാറുവാൻ തയ്യാറാണോ? ആമേൻ യൂത്തായി മാറുവാൻ തയ്യാറാണോ? ആമേൻ ചെറിയ ലക്ഷ്യം വെച്ചാതെ, ചില വിഷയങ്ങളെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചാതെ പൊടി തട്ടിക്കളഞ്ഞ ചില പ്രാർത്ഥനയുടെ വിഷയങ്ങൾ, പൊടി തട്ടിക്കളഞ്ഞ ചില പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ദൂത, അവൻ നീ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പേ ചില വിഷയങ്ങളെ നീ റിമൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ അതൊക്കെ നീ മറന്ന് അവൻ മറ്റ് ചില പുതിയ വിഷയങ്ങളിലേക്ക് നീ ഇൻവോൾവ് ആയി. പരിശുദ്ധാത്മാവ് പറയുന്നു, പൊടി തട്ടി ചില പ്രാർത്ഥനാ വിഷയങ്ങൾ എടുക്കുക. അവൻ കർത്താവ് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ പോകുന്നു. 2025 ആമേൻ ജൂൺ മാസത്തിന് മുമ്പേ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് ചില ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് അവൻ പരിശുദ്ധാത്മാവിനോട് പറയുക, നീ ഇന്ന് താണിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ആമേൻ ഒരു താഴ്വരയിൽ, ആമേൻ ഒരു പർവ്വതത്തിന് താഴെ, ആമേൻ ഹാല നീ ഒരു ചെറിയ വളർച്ചയിലേക്ക് നീ എത്തിയിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് പറയുന്നു, താണിരിക്കുന്ന വൃക്ഷത്തെ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുചെന്ന് ഒരു മാന്യത പറയുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ സ്വർഗ്ഗത്തിലെ അപ്പനും പദ്ധതിയുണ്ട്. അവൻ ഒരു പകർച്ചയ്ക്കും വിട്ടുകൊടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ഒരു സ്ഥാനത്തും പരാജയപ്പെട്ടു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണോ, കരയുന്ന നിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ സ്വർഗ്ഗത്തിലെ അപ്പൻ ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിൽ പരാജയമല്ല, നിന്റെ ജീവിതത്തിൽ പരാജയമല്ല, നിങ്ങളുടെ നിന്റെ പകർച്ചയെ പറയുവാൻ, നിങ്ങളുടെ നിന്റെ പ്രശ്നങ്ങളെ പരിഹാരം തരുവാൻ. ആ സാരിയാണെന്ന് തോന്നുന്നു അങ്ങനെ പുറകിലിരിക്കുന്ന സഹോദരികളോ പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂതാണ്, നിന്റെ പരാജയത്തെ അവൻ ഹാലിയം, നിന്റെ പരാജയത്തെ, നിന്റെ ജീവിതത്തെ പരാജയമാക്കുന്ന ആ ഒരു ദുഷ്ട പിശാചുണ്ട്, ഒരു പ്രതിയോഗിയുണ്ട് നിന്റെ കുടുംബത്തെ നശിക്കുവാൻ, നിന്റെ സന്തോഷത്തെ തകർക്കുവാൻ, നിന്നെ എന്നും കണ്ണുനീരിലാഴ്ത്തുമെന്ന് പറഞ്ഞോ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട് നിന്റെ കുടുംബത്തിനകത്ത്. പരിശുദ്ധാത്മാവ് പറയുക, ചില വിരലിൽ എണ്ണാകുന്ന ദിവസത്തിനകം പരിശുദ്ധാത്മാവിനോട് പറയുന്ന വ്യക്തമായി പറയുന്നു, വിരലിൽ എണ്ണാകുന്ന ദിവസങ്ങൾക്കകം നിന്റെ പ്രതിയോഗിയെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിന്റെ ലെവലിനെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. നീ കരഞ്ഞു ജയിക്കുന്നവരാണ് നിന്റെ പേര്. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് ലഭിച്ച പേരതാ, നീ കരഞ്ഞ് വിജയിക്കുന്നവരാണ്. ആമേൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ തിരുത്തി പറയുന്നു, നീ ചിരിച്ചുകൊണ്ട് ആമേൻ ഏറ്റവും ഉയരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ മാറ്റുവാൻ പോകുന്നു. ചുണ്ടമന ശബ്ദനാരകൾ കടക ചെയ്യാം, പരാജയം കാണുവാൻ നോക്കുന്നവരുടെ മുമ്പില്, അവൻ നീ തോറ്റോടുമെന്ന് പറയുന്നവരുടെ മുമ്പില് നീ ഇതിനകത്ത് കരഞ്ഞത് സ്വർഗത്തിലെ അപ്പനോടാ. അങ്ങനെയെങ്കിൽ ഈ കണ്ണുനീരുകൾക്ക് ഇന്ന് പകലൊരു അറുതി സ്വർഗത്തിലെ അപ്പൻ വരുത്തുവാൻ പോകുന്നു. ഹാലലൂയ, നിന്നെ ഒരു യൂത്തായി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. ചുണ്ടമന ഹതനകടകശി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അവൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുത്താതെ ഞാൻ ഉപവസിക്കും, ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ലെവല് മാറും, ഞാൻ ചേഞ്ച് ആകും, എന്റെ ലൈഫ് മാറും. ലോകം എഴുതുന്ന വിധിയെഴുത്തുകൾ, ലോകം എഴുതുന്ന പേരുകളെ എന്റെ ദൈവം എനിക്ക് തിരുത്തി തരും. അങ്ങനെ ആമേൻ നമുക്കിവിടെ കാണുവാൻ കഴിയും. നവോമീത തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ബത്ലഹേമിലേക്ക് മടങ്ങി വരുന്നു. ആമേൻ അനപ്പോഴും ചിന്തിക്കുന്നു, ആമേൻ ഞാൻ നിറഞ്ഞവളായി വന്നു, ഒഴിഞ്ഞവളായി മടങ്ങി പോകേണ്ടി വന്നു. താൻ വിചാരിച്ചു, ആമേൻ എല്ലാവരും ആമേൻ ഞാൻ ബത്ലഹേമിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുന്നതല്ല അവിടെ എനിക്ക് കാണും. പക്ഷേ അവിടെയും ആമേൻ പരാജയം സംഭവിച്ചു. താൻ ഇട്ടിട്ട് വന്ന ദേശം തന്റെ ജീവിതം
ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന സകലതും നഷ്ടമായി താൻ മടങ്ങി ആമേൻ ബെത്ലഹേമിലെത്തി എത്തി. ആമേൻ തനിക്കിനി കൊടുക്കുവാൻ തന്റെ പക്കൽ ആമേൻ മക്കളില്ല. എന്തു ചെയ്യും? രൂത്ത് ദൈവസന്നിധിയിൽ ആമേൻ ആമേൻ അമ്മായിയമ്മയോടൊപ്പം പറ്റിച്ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് രൂത്തിന് ദൈവം ആമേൻ ഒരു ബോവസിനെ കർത്ത ഒരുക്കി, ഒരു ബോവസിന്റെ വയലിനെ കർത്ത ഒരുക്കി. അങ്ങനെയെങ്കിൽ ആമേൻ ഈ മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളതിതാ, നീ ഒറ്റയ്ക്ക് സഞ്ചരിച്ചതും മതി. ആമേൻ ഹല്ലേലൂയ. ഒന്നോ രണ്ടോ വ്യക്തികളുമായി സപ്പോർട്ട് ചെയ്യുന്നത് മതി. നിന്നോടൊപ്പം കൂട്ടം കൂട്ടമായി ചൂടാമന അക്കാന റീകാരവരെ ശമ്പന അക്കാത്തെ മിനിസ്ട്രിയെ വളർച്ച ഈ ദിവസങ്ങളാർക്കും ആമേൻ ആമേൻ ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിൽ ഇതിന്റെ മുഖച്ഛായയെ ചൂടാമന അക്കലവരെ ശിയാക്കോടെ വൈരമന ജീവനവരെ ശമ്പനാവരെ പരിശുദ്ധാത്മ പറയുന്ന ഭൂത ആമേൻ ഇതിന്റെ മുഖച്ഛായയെ പരിശുദ്ധാത്മാവ് മാറ്റും. ഇതിന്റെ മുഖച്ഛായയെ പരിശുദ്ധാത്മാവ് മാറ്റും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? പരാജയത്തെ ഓർത്ത് കരയുന്ന ആരൊക്കെയോ ഇന്ന് പകലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാനൊരു പരാജയമാണല്ലോ, എന്റെ ജീവിതം ഒരു പരാജയമാണല്ലോ, അവൻ എന്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ലല്ലോ ഓർത്ത് നീ കരയുന്നുണ്ടെങ്കിലും ആമേൻ നീ ഇതിനകത്ത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ ആമേൻ ചേഞ്ച് ചെയ്യുന്ന ഒരു കരം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവെടുത്ത് മാറ്റും. ആരിന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമെന്ന് ആരിതിനകത്ത് കടന്നു വന്നോ അവരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്. അവൻ തലമുറയോർത്ത് കരയുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ നിന്റെ തലമുറയോർത്ത് നീ കരയുന്നുണ്ട്. നിന്റെ തലമുറയോർത്ത് വല്ലാതെ നീ വേദനിക്കുന്നുണ്ട്. ആ തലമുറ നിനക്ക് അനുഗ്രഹമാകുവാൻ പോകുന്നു. വിശ്വാസത്തോടെ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ പരാജയങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുന്നു. ജീവിതത്തിലെ പരാജയങ്ങളെ, ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾക്ക്, ജീവിതത്തിലെ ഏകാന്തതകൾക്ക് പരിശുദ്ധാത്മാവ് വിരാമമിടുവാൻ പോകുകയാണ്. ചൂടാമന അത്തരകടക ശമ്പനാരകവന അപൂർണവൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ സഹോദരങ്ങളുടെ ദൂതകൈമാർ കണ്ണാടി വെച്ചിരിക്കുന്ന സിസ്റ്ററിന്റെ അടുത്തിരിക്കുന്ന നിന്റെ പരാജയത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകരം ആമൻ വിരാമമിടുവാൻ പോകുക. നിന്റെ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇതുവരെ നീ നിന്നാൽ മതി, ഇതിനപ്പുറം നീ പോകണ്ട. നിന്റെ ജീവിതം എന്ന് പരാജയം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുക. ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന്റെ അർത്ഥം ഇനി അതിനകത്ത് പുതിയൊരു തുടക്കമില്ലെന്ന്. പക്ഷെ കർത്താവ് പറയുന്ന ഫുൾ സ്റ്റോപ്പില് ഇന്ന് പകരം പരിശുദ്ധാത്മാവ് പിരിയാനിറങ്ങി ഫുൾ സ്റ്റോപ്പുകളെ എടുത്തു മാറ്റുന്നുണ്ട്. ചില ഫുൾ സ്റ്റോപ്പുകളെ അവൻ ഇനിയും കർത്താവില് നിന്റെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ കൂട്ടിച്ചേർക്കുവാനുണ്ട്. ഇങ്ങനെ ഒരു വാചകം കൂടെ പരിശുദ്ധാത്മാവിനോട് പറയുവാൻ പറയുന്നു. നിന്റെ ദുഃഖകാലം തീർന്നു പോയി. ഹല്ലേലൂയ. നിന്റെ ദുഃഖകാലം തീർന്നു പോയി. എനിക്കറിയത്തില്ല താൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്ന ദുരിത നിന്റെ ദുഃഖകാലം തീർന്നു പോയി. ഹല്ലേലൂയ. ഇനി ആമേൻ ഹല്ലേലൂയ. അടുത്ത നിമിഷം എന്താണെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മ ചിലതിനെ കൂട്ടിച്ചേർക്കുവാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ആരംഭങ്ങൾ ചൂടാവാം. ചില പുതിയ തുടക്കങ്ങളെ പരിശുദ്ധാത്മാവ് നൽകുവാൻ പോകുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഭൂമിയെ ആമേൻ ഒഴിഞ്ഞവളാക്കി മടക്കി വരുത്തിയത്? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വയൽ ലഭിക്കുവാൻ വേണ്ടിയാ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തോഷം ലഭിക്കുവാൻ വേണ്ടിയാ. ആമേൻ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നത് ആമേൻ ഈ പരാജയം ഒക്കെ സംഭവിച്ചത്, ഈ ഒഴിഞ്ഞ അവസ്ഥയൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് നിന്നെ നിറയ്ക്കാൻ വേണ്ടിയാ. ആമേൻ. നിന്നെ ഏറ്റവും ആമേൻ അനുഗ്രഹത്തിലേക്ക് നിന്നെ നയിക്കുവാൻ വേണ്ടിയാ. ഇന്നുള്ള ഉണങ്ങിയ അവസ്ഥകളെ മാറ്റി പരിശുദ്ധാത്മാവിനോട് പ്രിയ സഹോദരിയോട് പറയുവാൻ പറയുന്നു. നീ കഴിഞ്ഞ കാലങ്ങളിൽ പച്ചയായ ഒരു വൃക്ഷമായിരുന്നു, പക്ഷെ ഇന്ന് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, ആമേൻ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, ആമേൻ കർത്താവിന് നിന്നെ പച്ചയാക്കുവാൻ പദ്ധതിയുണ്ട്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമായി തക്കകാലത്ത് ഫലം
കായ്ക്കുന്ന വൃക്ഷമാണ്. ഉഷ്ണം തട്ടിയാലും വീഴാതവന്, ഉഷ്ണം തട്ടിയാലും പകർന്നു പോകാൻ അനുവദിക്കാതവന്, നിന്റെ മാലിന്യതരം ചൂടവന അപ്പനയുടെ ശമ്പനാരകത്തോടവന അപ്പനയുടെ ശമ്പനാരകൾക്കടക ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദൂതത ആമേൻ ചില വ്യക്തികൾ ഒരുമിച്ച് ദേശങ്ങളിലേക്ക് ഇറങ്ങുവാൻ പോകുന്നു. ടീമായി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു ആമേൻ കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുവാൻ പോകുക. ചൂടവന അതിനെ റീധാരകരുടെ ശമ്പനാരകൾക്കുള്ളവന വൈഡന റീധാരകരുടെ ശൈലവനാരകൾക്കടക ചെയ്യും. ആമേൻ ഹല്ലേലൂയ. നവോമിയുടെ കുടുംബത്തിനകത്ത് ആമേൻ യുവോസിനെ കർത്താവ് വരുത്തിയെങ്കിൽ ആമേൻ അന്ന് വരെയുള്ള കഷ്ടതകൾക്ക്, അന്ന് വരെയുള്ള ദാരിദ്ര്യങ്ങൾക്ക്, അന്ന് വരെയുള്ള ഒറ്റപ്പെടലുകൾക്ക് വിരാമമായി ആമേൻ ബോവസിന്റെ വയലിനെ ഒരുക്കിയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സ്വർഗത്തിലെ അപ്പൻ പരിഹാരം നൽകും. നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ തകർച്ചകളെയും അവൻ പണിയും. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായും കർത്താവ് വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾ രോഗം പരിഹാരപ്പെടുന്നത് ആമേൻ ശാപങ്ങളുടെ വാക്കുകേട്ട് തകർന്നായിരിക്കുന്നു. ഒന്നിനാലും നിങ്ങൾ ഉയരത്തില്ലെന്ന് പറഞ്ഞുള്ള ശാപം കേട്ടായിരിക്കുന്നു. ആ ശാപത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ആ ശാപത്തെ കർത്താവ് ഏതെങ്കിലും അനുഗ്രഹമാക്കി മാറ്റും. നിന്റെ ശാപത്തിന്റെ വാക്കുകളെ പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെ വാക്കുകളായി പുറത്തു കൊണ്ടുവരും. ആമേൻ. ഞങ്ങൾ ഒത്തിരി ശാപങ്ങൾ കേട്ടതാകട്ടെ. ഈ ശാപമൊക്കെയാ ഞങ്ങളെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടു നിർത്തുന്നത്. ആമേൻ. ഈ നിന്നയൊക്കെയാ ഞങ്ങളെ ഏറ്റവും ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം നിന്നയ്ക്ക് മുമ്പിൽ കരയാൻ ഞങ്ങൾക്ക് സമയമില്ല. ആമേൻ. ശാപത്തിന്റെ മുമ്പിൽ തളർന്നിരിക്കാനും വാടിയിരിക്കാനും ഞങ്ങൾക്ക് സമയമില്ല. ആ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പാടും, പ്രാർത്ഥിക്കും, ഉപവസിക്കും. ഞങ്ങൾ ഒത്തിരി ദൂരം മൈലുകൾ യാത്ര ചെയ്ത് കർത്താവിനെ സ്തുതിക്കും. ദൈവകൃപയാ റെസ്റ്റ് ഇല്ലാതെ കൊണ്ട് ഓടുവാൻ, സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കൊല്ലുന്നുണ്ട്, പക്ഷേ ഉറങ്ങുവാൻ പോലും പറ്റാതെ വിധം കർത്താവ് ആമേൻ ഞങ്ങളെ ശുശ്രൂഷയിൽ മാനിക്കുന്നു. ഒരനുഭവം കൂടി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ വചന ശുശ്രൂഷയിൽ നിന്ന് അങ്ങനെ ദാസിയിലേക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീണ്ട 10 വർഷത്തിന് ശേഷം ദൈവം ഞങ്ങൾക്കും ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമതൊരു തലമുറയെ കൂടെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. രണ്ടാമത്തെ ലഭിച്ചത് ആമേൻ ഒരു ആൺകുഞ്ഞാണ്. ആമേൻ. മൂത്ത കുഞ്ഞിന്റെ പേര് രോഹിൻ, രണ്ടാമത്തെ മോന്റെ പേര് റോഹൻ. ആമേൻ. ആ കുഞ്ഞിനെ ആമേൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആമേൻ മൂത്ത കുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് രണ്ടാമത്തെ പ്രഗ്നൻസി വളരെ കെയർഫുൾ ആയിരുന്നു. ഒത്തിരി ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പൂർണ്ണ കൺഫേം വരുത്തിയാണ് ഞാൻ ഡെലിവറിക്ക് വേണ്ടി കടന്നു പോകുന്നത്. ഡെലിവറിക്ക് പോകുന്നതിന്റെ തലേ ദിവസവും ആമേൻ പകലും രാത്രിയും ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ കിടന്ന് സിസ്റ്റർ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആടുകയും പാടുകയും തുള്ളിച്ചാടുകയും കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് സുഖമില്ലാതായാണ് രണ്ടാമത്തെ കുഞ്ഞിന് ഡെലിവറിക്ക് വേണ്ടി ഞാൻ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ സിസേറിയൻ കഴിഞ്ഞു. ആമേൻ. എല്ലാവരും ആമേൻ കൊച്ചു കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ മാത്രം വളരെ സങ്കടത്തോടുകൂടെ ഞങ്ങളുടെ കുഞ്ഞിനെ ആമേൻ പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ പുറത്ത് വന്ന് പറഞ്ഞത് വിജിയുടെ ഡെലിവറി നിർത്തിയിട്ടില്ല. പാസ്റ്റർ ഒരു നിമിഷം പേടിച്ചു പോയി. എന്താ പറ്റിയത്? പ്രസവം നിർത്താനുള്ള സൈൻ ഒക്കെ ചെയ്ത് ഡോക്ടർ സന്തോഷത്തോടെ കടന്നുപോയ ഡോക്ടർ പറയുന്നു ആമേൻ പ്രസവം നിർത്തിയിട്ടില്ല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയോ, അതോ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്താ കാരണം? ആമേൻ. ഡോക്ടർ പറയുവാനിടയായി ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി സർവിക്സിൽ ഫിക്സ് ആയി. കുഞ്ഞ് പുറത്തെടുക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ആമേൻ ഫസ്റ്റ് സിസേറിയൻ ആയതുകൊണ്ട് അവർക്ക് ആമേൻ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നില്ല. സിസേറിയൻ ചെയ്തു പോയി. കുഞ്ഞ് പുറത്തോട്ട് വരുന്നില്ല. കുഞ്ഞിന്റെ ഇടത് കൈ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ക്രീനിൽ കൂടി എനിക്ക് നല്ല വ്യക്തമായി കാണും. ഈ കുഞ്ഞിന്റെ കയ്യെ ആമേൻ നമ്മൾ ഈ വണ്ടിയുടെ ലിവർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനെ കറക്കുമല്ലോ, സൈക്കിളിന്റെ ആമേൻ ചെയിൻ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്കുന്നത് പോലെ കുഞ്ഞിന്റെ ഇടത് കൈ ഡോക്ടർ ഇങ്ങനെ കറക്കി 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 നല്ല വെളുത്തിരുന്ന ശരീരം ഒരു സൈഡ് മുഴുവനും ബ്ലാക്ക് കളറായിട്ട് ആമേൻ ആ കറുത്തൊരു ശരീരമായി മാറുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ എനിക്ക് ബി പി വേരിയേഷൻ ഉണ്ടായി, ഹാർട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായി. എനിക്ക് കാരണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതാ. ഡോക്ടർമാർ പരസ്പരം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഡോക്ടർ പറയുവാനിടയായി എല്ലുകൾക്ക് തമ്മിൽ ഡിസ്റ്റൻസ് ആയി പോയി, ഞരമ്പുകൾ തമ്മിൽ വലിഞ്ഞുപോയി. ഇനി ഈ കുഞ്ഞിന്റെ കൈ സ്വാധീനം ഉണ്ടായിരിക്കത്തില്ല. പെട്ടെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടാകുവാനിടയായി. എന്തായാലും അവർ തുന്നിക്കെട്ടി എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന്റെ മുഖം പോലും കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഡോക്ടർ ആമേൻ സിസേറിയൻ കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക് പിറ്റേ ദിവസം എന്നെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആമേൻ ഹല്ലേലൂയ ന്യൂറോളജി ഡോക്ടർമാർ ആമേൻ ഹല്ലേലൂയ ഓർത്തോ ഡോക്ടർമാർ റൂമിൽ വന്ന് സംസാരിച്ചു. 7 ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനൊരു സർജറി വേണം. ഞാനും ഫസ്റ്റും ചോദിച്ചു എന്തിനാ ഡോക്ടറെ? അത് കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തരണമെന്നുണ്ടെങ്കിൽ ആമേൻ കുഞ്ഞിന്റെ എല്ലുകൾക്ക് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നു പോയി. ആമേൻ അതുപോലെ ഞരമ്പുകൾ തമ്മിൽ വലിഞ്ഞു
പോയി. കുഞ്ഞിന്റെ കൈ സ്വാധീനമില്ലാതായി പോയി. ഇനി ഈ കൈ മുറിച്ചു മാറ്റാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല. ഒരു സൈഡ് തളർന്നു പോയി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒരു പരാജയമായി തീർന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചതിതാ, അപ്പാ തലേ ദിവസം രാവിലെയും രാത്രിയും പ്ലാറ്റ്ഫോമിൽ നിന്നും പാടി. മറ്റുള്ളവർ എന്നോട് പറയും, നീ റോളേറുമായി ഇങ്ങനെ പാടാൻ നിൽക്കരുത്, പ്രസംഗിക്കാൻ നിൽക്കരുത്, ട്രാവൽ ചെയ്യരുത്, ബുദ്ധിമുട്ടാണ്. അവൻ ഇത്രയും ഡിസ്റ്റൻസിന് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞാണ്, അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. 30 വയസ്സിന് ശേഷമുള്ള സിസേറിയനൊക്കെ വലിയ കോംപ്ലിക്കേഷൻ ആണ്, ഡെലിവറിയൊക്കെ കോംപ്ലിക്കേഷൻ ആണ്. വേണ്ട, റെസ്റ്റ് എടുക്കുക. പക്ഷെ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരിടത്തും കിടന്നിട്ടില്ല, ഒരിടത്തും നിന്നിട്ടില്ല. ശ്രദ്ധത്തിലെ അപ്പോൾ പറയട്ടെ, കർത്താവിന് വേണ്ടി നിന്നത് മുഖാന്തരം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഓടിയതും അധ്വാനിക്കുന്നതൊന്നും വൃഥാവല്ല. ആമേൻ. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, 8 ലക്ഷം രൂപ വരും സർജറിക്ക് വേണ്ടി നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. ആമേൻ. അന്ന് രാത്രി ആമേൻ കുഞ്ഞിനെ ആമേൻ ICUവിൽ നിന്ന് ഞങ്ങളുടെ കരങ്ങളിലേക്ക് നോർമൽ ഞങ്ങളുടെ റൂമിലേക്ക് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റുവാൻ കഴിയായി. എന്നിട്ട് കുഞ്ഞിന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ മഞ്ഞയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ NICUവിന്റെ ലൈറ്റ് ഇട്ട് കുഞ്ഞിനെ ഞങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്ന് രാത്രി ആമേൻ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 2:30 മണിയായി കാണാം. ആമേൻ. ആമേൻ. റൂമിനകത്ത് നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. എങ്ങനെയാണ് ഒരു വ്യക്തി വാവിട്ട് കരയുന്നത്, അതുപോലെ പാസ്റ്റർ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാണ്. എനിക്ക് വേദന കൊണ്ട് കരയേണ്ടതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്ത വേദനയുടെ അവസ്ഥ കൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതെ കിടക്കുമോ. ഈ നിലവിളിയുടെ ശബ്ദം ഇതെവിടെ നിന്നാ വരുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആമേൻ ഞാൻ കാണുവാനിടയായി NICUവിന്റെ ഇതുപോലത്തെ ബെഡ്. ഈ കുഞ്ഞിനെ ഇതിനകത്ത് ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. പാസ്റ്റർ ഇങ്ങനെ കവണ വീണ് കുഞ്ഞിന്റെ ശരീരത്തോളം ചേർന്ന് കിടന്ന്, അപ്പാ കൈയില്ലാത്തൊരു മകനുമായി ഞാൻ വീട്ടിൽ പോകത്തില്ല, നീ ഇതിനകത്ത് സർജറി ചെയ്യണം, എനിക്ക് പണം കൊടുക്കുവാനില്ല, എന്റെ കയ്യിൽ 8 ലക്ഷം രൂപയില്ല, എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണം. എന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള നന്മയല്ലാതെ ഒരു ഓപ്പറേഷന് വേണ്ടിയല്ല ഞാൻ ഇതിനകത്ത് വന്നത്. നിനക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി ചെയ്യണം. നാളെ ഞാൻ ഇതിനകത്ത് നിന്ന് മടങ്ങി പോകുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ അപ്പനായിട്ട് വേണം. 2 തലമുറകളെ എനിക്ക് തന്നുവെങ്കിൽ ഗുണമില്ലാത്തൊരു തലമുറയുമായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ വിട്ട് മടങ്ങുന്നു. കരച്ചിലിന്റെ ശബ്ദം സഹിക്കുവാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ എന്റെ പകുതി ജീവനും പോയി. എന്റെ ജീവിതം ആമേൻ വീണ്ടും നീ എന്നെ സങ്കടപ്പെടുത്തുന്നു. കർത്താവേ, പ്രിയ ദൈവമക്കളെ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 മിനിറ്റത്തെ ശബ്ദത്തിന് ശേഷം ദൈവത്തിന് സ്തുതിയും ആർക്കും കൊടുക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. അതെന്താണെന്ന് അറിയാവോ? ആ സമയം വരെ ചലിക്കാത്ത കൈ, ആ കുഞ്ഞിന്റെ കൈ ആമേൻ കറക്റ്റ് ആമേൻ എങ്ങനെ പറയും, ഒരു കരിക്കട്ട എങ്ങനെയായിരിക്കുന്നു അതുപോലെയായിരുന്നു ഈ കരം. ഈ ഷോൾഡറിന്റെ മുതൽ ഈ കൈ പാദം വരെ തൊടുമ്പോൾ ഇപ്പുറത്തെ ശരീരം മുഴുവനും നല്ല വൈറ്റ് കളറിലിരിക്കുന്നു. ഈ ഭാഗം മുഴുവൻ കരിക്കട്ട പോലെ ഇരിക്കുന്നു. ഈ കൈയുടെ ഭാഗം മുഴുവനും ആ കൈ വെച്ച് പൂർണ്ണ ശക്തിയോടെ അപ്പന്റെ കവളിൽ ഇടിക്കുന്ന ഒരു കരത്തെ ഞാൻ കാണുവാനിടയായി. ഷോൾഡറിൽ കൈ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കരം വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ഒരു കൈക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. അന്ന് സ്വർഗത്തെ ദൈവം അതിനകത്ത് ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. ആമേൻ. പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞായി, ആമേൻ പൂർണ്ണ ബലമുള്ള കുഞ്ഞായി. ഞാൻ ഇച്ചിരി നേരത്തെ ഇവിടെ വരുമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വീട്ടിലില്ല, കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തന്നെ ആമേൻ മധ്യപ്രദേശിലേക്ക് പോയത്. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുഞ്ഞിനെ ഞാൻ വീട്ടിൽ എടുത്തോണ്ട് വന്നു. ഇന്ന് പകൽ മുഴുവനും അവനോടൊപ്പം കളിയിൽ ചിരിയുമായിരുന്നു. വീണ്ടും ഇന്ന് രാവിലെ അവനെ എന്റെ വീട്ടിൽ ഏൽപ്പിച്ചാൽ മാത്രമേ എനിക്കിവിടെ മീറ്റിങ്ങിന് വരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 1.5 വയസ്സായി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ ഈ മൈക്ക് ഞാൻ അവന് കൊടുക്കേണ്ടി വരും. അവൻ ഇവിടെ കിടന്ന് പാടും. അതുകൊണ്ട് അവൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട, ശുശ്രൂഷയ്ക്ക് തടസ്സം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ അവന് ഞാൻ വീണ്ടും ആമേൻ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടു കൊടുക്കുവാനിടയായി തീർന്നത്. ആമേൻ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആമേൻ 2021 ആമേൻ ഞങ്ങളുടെ ചർച്ചിന്റെ പണിയുമായി ബന്ധപ്പെട്ട് 13 അടി പൊക്കത്തിൽ നിന്ന് പ്രിയ കർത്തദാസൻ 13 അടി പൊക്കത്തിൽ നിന്ന് ആമേൻ വീഴുവാനിടയായി. ആമേൻ. ഡോക്ടർ പറഞ്ഞു ആമേൻ 4 ഡിസ്കിലെ 4 എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു. 10 വർഷം ഇനി ഈ കിടക്കയിൽ കിടക്കേണ്ടി വരും. ഇനി ഒരിക്കലും രതീഷ് എന്ന് പറയുന്ന വ്യക്തി 10 വർഷം കഴിയാതെ എഴുന്നേറ്റ് നിൽക്കത്തില്ല. ഞാൻ പറയട്ടെ, അന്ന് ഹോസ്പിറ്റലിനകത്ത് ഞാൻ പറയുവാനിടയായി, ഞങ്ങളുടെ ജീവിതം ഒരു അത്ഭുത സാക്ഷ്യമാണ്, ഞങ്ങളുടെ ലൈഫ് ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഞാൻ അന്ന് ഡോക്ടറോട് പറയുവാനിടയായി, അന്ന് അവിടെ ട്രീറ്റ്മെന്റ്
ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ അനിൽകുമാർ ഡോക്ടർ, ആമേൻ ഹല്ലേലൂയ, മാർത്താണ്ഡ, ആമേൻ ഡോക്ടർ ന്യൂറോളജി ഒക്കെ, ആമേൻ ഓർത്തോ ഡോക്ടറോടൊക്കെ ഞാൻ പറയുവാനിടയായി രതീഷ് മരിച്ചു പോയാലും തിരിച്ചു വരും. അങ്ങനെ ഒരു അഭിഷേകം രതീഷിനുണ്ട്. ആമേൻ. അതുകൊണ്ട് ഡോക്ടർ പേടിക്കണം, നിങ്ങൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തോളമേ. ആമേൻ. അങ്ങനെ ഡോക്ടർ MRI എടുത്തു, ശരീരം മരവിച്ചിരിക്കും, അറിയാമല്ലോ. സ്പൈനിൽ തട്ടി മരവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി ആമേൻ ഓക്കെയായി വരണമെങ്കിൽ 10 വർഷമോ അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ നീണ്ട വർഷങ്ങൾ കിടന്ന അതോടെ മരണപ്പെട്ടു പോലും. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി പറയട്ടെ. ആമേൻ. ആ ഐസിയുനകത്ത് കിടന്നപ്പോഴും 5 ദിവസം ഐസിയുലായിരുന്നു. ആ ഐസിയുനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇദ്ദേഹം ഉപവാസമായിരുന്നു. ഡോക്ടർ എന്നോട് പലപ്പോഴും ഐസിയുൽ ഞാൻ കയറി നോക്കുമ്പോൾ സിസ്റ്റർമാര് പറയും, ഇങ്ങനത്തെ സ്പൈനിൽ തട്ടി വട്ട എന്ന് തോന്നുന്നു, എന്തൊക്കെ പിച്ചിമയും പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നത്. ആദ്യം എനിക്ക് ചെറിയൊരു സങ്കടം വന്നു, ഇതെന്താ പറഞ്ഞ് ശരിക്കും വട്ടായോ. അടുത്ത് ചെന്നപ്പോ അന്യഭാഷ പറയുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്നോട് പറയുവാണ്ട് പെട്ടെന്ന് സിസ്റ്റർ എന്നൊരു പേപ്പർ വാങ്ങി എനിക്കൊരു പ്ലാൻ തരയ്ക്കണം, കാരണം ചർച്ചിന്റെ അടുത്ത മോഡലിന്റെ പ്ലാനിങ്. ആമൻ. പിശാച് ചർച്ചിന്റെ പണി തുടങ്ങുവാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വീട്ടിയത് ചർച്ചിന്റെ ലെവൽ മാറും. ആമേൻ. ഞാൻ ഡോക്ടറെ മേടിച്ചു കൊടുത്ത് ചർച്ചിന്റെ മോഡലൊക്കെ വരച്ചു, എന്റെ കയ്യിൽ തന്നു, അതിന്റെ എല്ലാം ക്ലിയറും ചെയ്തിട്ട് അവൻ എന്നോട് പറയുവാണ്ട് ഞാൻ തിരിച്ചു വരുവിച്ചു, ഞാൻ നടന്ന് തന്നെ ഈ ഐസിയുനകത്ത് നിന്ന് പുറത്തു വരും. ഡോക്ടർ 5ാമത്തെ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആമേൻ. ഡോക്ടർ ഓർത്തോ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ആമേൻ എനിക്കൊരു ബെൽറ്റ് വേണം, എനിക്ക് എഴുന്നേറ്റിരിക്കണം. ഞാൻ ആദ്യമൊക്കെ പേടിച്ചു, എന്തിന്റെ പുറപ്പാടാ. ആമേൻ. ഈ ഒരു ആരോഗ്യത്തിന്റെ രക്തത്തിളപ്പിന്റെ ഇതുകൊണ്ട് പറയുന്നതായിരിക്കും. ആമേൻ. പറയട്ടെ പ്രിയ ദൈവമക്കളെ, അഭിഷേകമുള്ളവനെ തകർക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുക, ചെയ്യുന്ന ഒരു വ്യക്തിയെ തകർക്കുക ഒരു ശക്തിക്കും കഴിയുന്നില്ല. ലോകം എന്ന വിധികളെ, വൈദ്യശാസ്ത്രം എന്ന വിധികളെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് തിരിച്ചു കഴിഞ്ഞാൽ കഴിയും. ഹല്ലേലൂയ. 6ാമത്തെ ദിവസം ആമേൻ ഫിസിയോതെറാപ്പി ആമേൻ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ജസ്റ്റ് ഒരു കൈ ഒന്ന് കൊടുത്തു. കാരണം കൈ കൊടുത്തത് എന്തിനാ? ആമേൻ കൈക്ക് വല്ല ബലക്ഷയം ഉണ്ടോ എന്ന് അറിയാനാ. കാരണം സ്പൈനിൽ തട്ടി ഈ 2 ആമേൻ ഇളിക്ക് കീഴ്പോട്ട് മരവിച്ചിരിക്കുക, കാല് തൊടുന്നത് സ്പർശനം അറിയാൻ പറ്റുന്നില്ല. ആമേൻ. ഡോക്ടർ വന്ന് ഫിസിയോതെറാപ്പി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇദ്ദേഹം പതിയെ എഴുന്നേറ്റ് വരുന്നു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ബെൽറ്റിന് ആമേൻ എഴുതി വിട. ഇദ്ദേഹം എഴുന്നേൽക്കുവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെൽറ്റിന്റെ സപ്പോർട്ടോടുകൂടെ ആമേൻ 6ാമത്തെ ദിവസം ഇദ്ദേഹത്തിന് ആമേൻ ബെഡിലിരുത്തി. ഞാൻ ചോദിച്ചു കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഇംബാലൻസ് പ്രോബ്ലം ഉണ്ടോ? എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഡോക്ടർ പറഞ്ഞു നോ രതീഷ് അങ്ങനെ ചെയ്യരുത്, കാരണം നല്ല ഹൈറ്റ് ഉണ്ട്, ആമേൻ ആളെ വെയിറ്റ് കൊണ്ട് ആമേൻ എന്റെ കയ്യിൽ നിൽക്കത്തില്ല. ആമേൻ. എങ്കിലും ആമേൻ ഇദ്ദേഹത്തിന്റെ വാശി കാരണം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്താം, പക്ഷേ 4 പേരുടെ സപ്പോർട്ട് വേണം, ആരെങ്കിലും 4 സെക്യൂരിറ്റിമാരെ വിളിക്കാൻ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലേ ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാമെന്ന് പറഞ്ഞ ആ ഡോക്ടർ ആമേൻ ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനിടയാണ്. എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് ഇദ്ദേഹം നല്ല സ്റ്റഡിയായി ആമേൻ നിൽക്കുന്നു. ആമേൻ ഡോക്ടറോട് പറയുന്നു എനിക്ക് നടക്കണം. ഹല്ലേലൂയ. എനിക്ക് നടക്കണം, എനിക്ക് നടക്കുവാൻ കഴിയും. ആമേൻ. ഈ 4 പേരെയും സപ്പോർട്ടോടുകൂടെ 2 മിനിറ്റ് നടന്നിട്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് ഞാൻ എന്റെ മൂത്തമകനും കണ്ടതാ. ആ അനുഭവത്തിൽ കണ്ടതാ. ആമേൻ. ഹല്ലേലൂയ. 10 വർഷം കഴിഞ്ഞ് ആമേൻ നിനക്ക് നടക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ആമേൻ എഴുന്നേറ്റ് നടക്കുന്നവനാക്കി. ഇന്ന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ അന്നത്തെക്കാൾ ഉപരി ആമേൻ ശക്തമായി ശുശ്രൂഷിക്കുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞങ്ങളെല്ലാം മുറുക്കപ്പെടുമോ അതൊരു വർധനവിനാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ മുറുക്കം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാ ഞാൻ അറിയുന്ന 2ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ആമേൻ മുറുക്കം വർധനവിന. നിന്റെ ജീവിതത്തിനകത്തും എവിടെയെങ്കിലും മുറുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോ. നിന്ദിക്കപ്പെട്ടെങ്കിൽ ആമേൻ ഓർത്തോണം, തകർച്ച അനുഭവിച്ചെങ്കിൽ ഓർത്തോണം. ഈ മുറുങ്ങൾ നിന്റെ അടുത്ത ചവിട്ട് കഴിഞ്ഞ, ഈ നിന്നെ അടുത്ത ചവിട്ടിയ, ഈ പ്രശ്നം നിന്റെ അടുത്ത ചവിട്ട് കഴിഞ്ഞ. അവിടെയും പിശാചുമില്ല. ഈ കുഞ്ഞിനെ 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആമേൻ സർജറിക്ക് വേണ്ടി എന്തായാലും ഡോക്ടർ പറഞ്ഞു എനിക്ക് നോർമൽ ആയിരിക്കത്തില്ല, സിസേറിയൻ ആയിരിക്കും. അതിന് വേണ്ട ആമേൻ ഹല്ലേലൂയ ഏകദേശം 1.5 ലക്ഷം രൂപ അക്കൗണ്ടിനകത്ത് നേരത്തെ ആമേൻ റെഡിയാക്കി. ആമേൻ ഹല്ലേലൂയ. അടുത്ത കുഞ്ഞിന്റെ പ്രിപ്പറേഷന് വേണ്ടി എങ്ങനെയും ഇതൊന്ന് പുറത്ത് വന്നാൽ മതി. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആമേൻ 5ാമത്തെ മാസം ആമേൻ പാസ്റ്റിന് സംസാരിക്കുവാൻ കഴിയാതെ വേണം ചെറിയൊരു തോട്ട് ഇൻഫെക്ഷൻ വന്നു. ഞങ്ങൾ അനന്തപുരി ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ മാധവൻ നായരെ ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. എൻഡോസ്കോപ്പിയിൽ ഡോക്ടർ പറയുവാൻ ഒരു
ഗ്രോത്ത് തന്റെ തൊണ്ടയ്ക്കകത്തുണ്ട്. അത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. അത് 100%ത്തിൽ 99% അത് ക്യാൻസർ ആവാനാണ് സാധ്യത. ഇനി നീ പ്രസംഗമൊക്കെ നിർത്തി വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോ. കാണാൻ നിനക്ക് ഭംഗിയുണ്ടല്ലോ, എന്തിനാ നീ പ്രസംഗിക്കുന്നത്? നീ ആംഗ്യ ഭാഷയിൽ നിന്ന് കൊടുത്താൽ മതി. ആമേൻ. റെക്കോർഡിംഗ് ചെയ്യുന്നവരൊക്കെ അതിനെ വേറൊരു ശബ്ദമാക്കി എടുത്തോളാം. നീ അഭിനയിച്ചാൽ മതി. ഇനി അഭിനയം മതി, പ്രസംഗം നിർത്തിക്കോ. ആമേൻ. അന്ന് ആമേൻ ഹാലി ഞാൻ ഡോക്ടറോട് പറയുവാനായി, ഡോക്ടറെ ഞങ്ങളെ ദൈവം മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ദൈവം ജീവനുള്ള സാക്ഷിയായി നിർത്തും. പക്ഷെ ഞങ്ങൾ സർജറിക്ക് തയ്യാറാ. ആമേൻ ഹാലലൂയ. ഡോക്ടർ അങ്ങനെ പിറ്റേ ദിവസം തന്നെ എമർജൻസി ആയിട്ട് സർജറി ചെയ്തു. ആമേൻ. ബയോപ്സി വരുന്നതിന് തൊട്ട് മുമ്പ് എന്നോട് ഡോക്ടർ പറഞ്ഞു, മോളെ ഈ 5 മാസം പ്രഗ്നന്റ് ആയി നിന്നോട് എന്ത് വാർത്ത പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, രതീഷ് പ്രസംഗിക്കുകയും ചെയ്യും, രതീഷ് പാടുകയും ചെയ്യും, ഞങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഹാലലൂയ. ബയോപ്സിയുടെ റിസൾട്ട് വന്ന് ഡോക്ടർ നാണം കെട്ടു. ഞാൻ പറഞ്ഞ വാക്ക്, ആമേൻ, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞ വാക്ക് അതിനൊരു ഭംഗവും നൽകിയില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞത് പ്രസംഗിക്കുമ്പോൾ ആമേൻ ഒരു അരമണിക്കൂറൊക്കെ പ്രസംഗിക്കാം ഒരു ലൈവ് വോയിസിൽ. പക്ഷേ പറയട്ടെ, അന്ന് മുതൽ പിന്നെ ഹാർവസ്റ്റിലുണ്ടായി പ്രോഗ്രാം, ആമേൻ മന്നയിൽ നിന്ന് ഹാർവസ്റ്റിലുണ്ടായി പ്രോഗ്രാം, കണ്ടിന്യൂസ് മീറ്റിംഗ് ആയി, യാത്രകളായി, തിരക്കായി. ഇന്നും ദൈവം ആ ശബ്ദത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ എടുത്തുപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി പറയട്ടെ നിന്റെ ജീവിതം മാറും. അവൻ ചെറിയൊരു വെടിവിന്റെ അവസ്ഥ വന്നാലും ഏറ്റവും വർദ്ധനവിന്റെ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അതുകൊണ്ട് അവൻ ഒഴിഞ്ഞ മണ്ഡലത്തെ നോക്കി നീ കരയേണ്ട, നിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിന് കഴിയും. ഒഴിവ് സംഭവിച്ചത് വർദ്ധനവിന് വേണ്ടിയാ. ഹാലലൂയ. അത് നിറഞ്ഞ് കവിയാൻ വേണ്ടിയാ. ഒഴിച്ചാല് ചിലതിനെയൊക്കെ കർത്താവിന് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒഴിയപ്പെടലെല്ലാം പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ നിറഞ്ഞ് അമ്മ തുളുമ്പുന്ന തരത്തിൽ അതിനുവേണ്ടി ചില നിമിഷങ്ങൾ കൂടി ഇരിക്കുന്ന സ്ഥാനം എഴുന്നേറ്റ അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാലലൂയ. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഹാലലൂയ. പ്രൈസ് ലോർഡ്. ഹാലലൂയ. കർത്താവെ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായി. കർത്താവെ, ഒഴിഞ്ഞവളായി മടങ്ങി പോകേണ്ടി വന്ന അവസ്ഥ ഇന്ന് പകലിലും നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞായിരിക്കുന്നുവെങ്കിൽ, ചുണ്ടമന ശംഖന വൈഡമന ധീപലഘടക ശംഖന രകൽപവന അർദ്ധന രകൽഘടക ഒരു വലിയ വർദ്ധനവിന് കാരണമാക്കി സ്വർഗവരുടെ ജീവിതത്തെ പണിയുന്നതിനായി സ്തോത്രം. ഇവരുടെ രോഗങ്ങൾ മാറട്ടെ, ഇവരുടെ കഷ്ടതകൾ മാറട്ടെ, ഇവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ, മക്കളെ ഓർത്തുള്ള നിലവിളികൾക്ക് അവസാനം ഉണ്ടാകട്ടെ, കുടുംബ ജീവിതത്തെ ഓർത്തുള്ള നിലവിളികൾക്ക് അവസാനം ഉണ്ടാകട്ടെ. ശുശ്രൂഷയുടെ അടുത്ത കാൽവെപ്പുകൾ, മിനിസ്ട്രിയുടെ അടുത്ത കാൽവെപ്പുകൾ, ആത്മീയ ജീവിതത്തിനകത്ത് അടുത്തൊരു കാൽവെപ്പുകൾ കർത്താവിയുടെ ജീവിതത്തിനകത്ത് നൽകി മാനിക്കണം. ഇന്ന് പകലിൽ അടിയൻ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. ഇനി അറിയുമ്പോൾ വലിയൊരു വർദ്ധനവ് അപ്പൻ ചെയ്തു എന്ന് സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രത്യേകാൽ അഗാപ്പ മിനിസ്ട്രിയുടെ എല്ലാ സംഘാടകർക്കും, പ്രത്യേകാൽ പ്രിയ സുരേഖാന്റിക്കും, എന്നെ ക്ഷണിച്ച ആമേൻ ഇത്രയും സമയം ഒരുക്കി തന്ന പ്രിയ ദൈവജനത്തിന് എല്ലാവരോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.